മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. വീഡിയോ ഓഫ് ചെയ്യണോ സാർ? നമസ്തേ, എന്റെ പേര് സോൺ ഗംഗാധരൻ. നമ്മൾ ആദ്യത്തെ KP അസ്ട്രോളജി ക്ലാസ് ആദ്യമായിട്ട് തുടങ്ങിയാണ്. ഇതാണ് KP കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി സാറാ, പ്രൊഫസർ കൃഷ്ണമൂർത്തി സാറാണ് KP അസ്ട്രോളജി കണ്ടുപോകുന്നത്. പുള്ളിയുടെ ഒരു ഐഡിയയാണ് KP അസ്ട്രോളജി എന്ന് പറയുന്നത്. കുറച്ച് അത് ഞാൻ വിശദീകരിക്കാം. ഇപ്പൊ നമ്മള് ജ്യോതിഷത്തില് നമ്മൾ പല രീതിയിൽ നമ്മൾ ജാതകം നോക്കാറുണ്ട്. അപ്പം ആദ്യം നമ്മൾ ബ്ലൈൻഡ് ഹൊറോസ്കോപ്പ് എന്ന് പറയും. എന്ന് വെച്ചാല് ജാതകത്തിൽ ഹൊറോസ്കോപ്പില് ഒന്നുമില്ല, വെറും രാശി മാത്രം വെച്ചിട്ട് ഫലം പറയുന്ന ആൾക്കാരുണ്ട്. ഓരോ രാശിയും അതിന്റെ ഓരോ ഭാവങ്ങളും വെച്ചിട്ട് ഫലം പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് പേര് വെറും നാള് മാത്രം വെച്ച് 27 നാള് വെച്ചിട്ട് ഏത് നാള് ആ നാളിന്റെ ഏത് കൂറ് ജനിച്ചു അങ്ങനെ വെച്ച് ഫലം പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ നാഡി ജ്യോതിഷമുണ്ട്. നാഡി ജ്യോതിഷത്തില് കൂടുതലും ഗ്രഹങ്ങളുടെ കോമ്പിനേഷനാണ് അവർ നോക്കുന്നത്. ഓരോ ഗ്രഹത്തിന്റെ പല ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുമായിട്ടുള്ള കോമ്പിനേഷൻ വെച്ചിട്ട് അതിൻ്റെ കൂടെ ആ നോക്കുന്ന സമയത്തുള്ള ഒരു ഗ്രഹനിലയും ആ സമയത്ത് ഹോരയും വെച്ച് ആണ് നാഡി ജ്യോതിഷത്തിൽ ഫലം പറയുന്നത്. അതിന് ലഗ്നം എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ ഇല്ല. നമ്മളിപ്പം ചന്ദ്രരാശി വെച്ച് നോക്കി ഇപ്പം പല പഴയ ജ്യോത്സ്യന്മാരും പല ആയുർവേദ ഡോക്ടർമാരും പണ്ട് നാഡി നോക്കി അസുഖം പറയുമായിരുന്നു. അതെന്ന് വെച്ചാല് ഒരാളുടെ നാള് ചോദിക്കും. അപ്പം നാളെന്ന് വെച്ചാല് പിന്നെ കൂറ് കിട്ടി, അത് വെച്ചിട്ട് അവിടെ നിന്ന് അന്ന് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പൊസിഷൻ എടുത്തിട്ട് നാഡി പിടിച്ച് നോക്കുമ്പോൾ നാഡിയിൽ 3 രീതിയിലാണ് നോക്കുന്നത്: വാദം, പിത്തം, കഫം. അതിൽ എവിടെയാണോ വാദം, പിത്തം, കഫം കിട്ടുന്നത് അത് രാശിയും ഗ്രഹങ്ങളും എടുത്തിട്ട് അപ്പൊ നിൽക്കുന്ന ഗ്രഹങ്ങളും രാശിയിലും ആ രാശിയുടെയും ഗ്രഹങ്ങളുടെയും ആ ത്രിദോഷ കാരകത്വം വെച്ചിട്ട് അസുഖങ്ങൾ പറയാറുണ്ട്. വളരെ കറക്റ്റായിട്ട് പറയാറുണ്ട്. എന്നിട്ടാണ് അതിപ്പോ നമ്മൾ ഒരു രാശിയിൽ ലഗ്നം വെച്ച് എടുത്തു തുടങ്ങിയത്. കൂടുതൽ ലഗ്നം എടുത്തു. അപ്പൊ കുറച്ചുകൂടെ കറക്റ്റായി കൃത്യമായിട്ട് ഇത് പറയാൻ. മറ്റ് രാശി നക്ഷത്രം വെച്ചെടുക്കുമ്പോൾ ഒരു ദിവസത്തിലൊരു നക്ഷത്രം എന്നുള്ള രീതിയിൽ പോകുമായിരുന്നു. അതാകുമ്പോ 24 മണിക്കൂറിൽ ഒരു നക്ഷത്രം വെച്ച് പറയേണ്ടി വരും. വെറും രാശി വെച്ച് പറയുമ്പോൾ 30 ദിവസത്തിൽ ഇത് വെച്ച് പറയേണ്ടി വരും. ലഗ്നമായപ്പോ ഓരോ 2 മണിക്കൂറിലും ഉള്ള ജനനം വെച്ച് നമുക്ക് പറയാം. അതും അവിടെ 2 മണിക്കൂർ എടുക്കുന്നു. പിന്നെ അത് നമ്മൾ നവാംശം എടുത്തു. അപ്പൊ നവാംശം എടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാശി 9 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 9 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫലം പറയാൻ തുടങ്ങി. അപ്പൊ അവിടെയും 2 മണിക്കൂറിന് 9 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫലം പറയുന്നത്. അപ്പൊ നമ്മൾ കേരളത്തിൽ പൊതുവായിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം ജ്യോത്സ്യരും നവാംശം വരെ എടുക്കാറുള്ളൂ. 9 വരെ ഡിവൈഡ് ചെയ്യാറുള്ളൂ. എന്നാലും അവര് നല്ലതുപോലെ ഫലം പറയുന്ന ആൾക്കാരാണ്. അവരുടെ പ്രാർത്ഥനയും അവരുടെ പഠിത്തവും എല്ലാത്തിൻ്റെയും ഗുണം വെച്ചാണ്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ കൃത്യത കിട്ടാൻ മറ്റുള്ള വർഗ ചാർട്ടുകൾ നോക്കുന്നു. അതേസമയത്ത് ഇപ്പം
അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ കൂടുതൽ ആൾക്കാരും ഭാവം നോക്കാറില്ല, ഭാവം വെച്ച് ഫലം പറയാറില്ല. ഭാവം വെച്ച് ഫലം പറയുന്നതിന്റെ ഒരു വ്യത്യാസത്തിലാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കാണിച്ചിരിക്കുന്ന ഇതില് 2ഉം 11ഉം ഭാവാധിപൻ ഇപ്പൊ 5ലാ നിൽക്കുന്നത്. അതേ സമയത്ത് അതല്ല, ഇതില് ഇപ്പം ഓരോ ഗ്രഹങ്ങൾ ഇവിടെ ഇപ്പൊ ലഗ്നം ഡിഗ്രി വെച്ച് പറയുകയാണ് നമ്മൾ. ലഗ്നം നിൽക്കുന്നത് കുംഭരാശിയിൽ 4 ഡിഗ്രിയിലാണ്. അപ്പം ആ 4 ഡിഗ്രി വെച്ചിട്ട് അപ്പൊ ചന്ദ്രൻ നിൽക്കുന്നത് 29 ഡിഗ്രിയിലാണ്. ആ ഒരു വ്യത്യാസം അത്രയും ദൂരം വരുന്നു. ദൂരം പോകും തോറും അതിൻ്റെതായ ഭാവങ്ങൾ വരുന്നു. ഇപ്പം 3 ഡിഗ്രി ഇരിക്കുന്ന ലഗ്നവും പിന്നെ ഓരോ ഭാവത്തിൽ വരുന്ന ഓരോ ഡിഗ്രിയിൽ വരുന്ന ലഗ്നം അനുസരിച്ച് അതിന്റെ ഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഭാവം മാറുന്നതനുസരിച്ച് നമ്മുടെ ഫലങ്ങൾ മാറും. സാധാരണ നവാംശം എടുക്കുമ്പോൾ ഒരു പാദം വരെ വരുന്നുള്ളൂ. അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് പ്രൊഫസർ കൃഷ്ണമൂർത്തി സാറ് നമുക്ക് KP ജ്യോതിഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. KP ജ്യോതിഷത്തില് സബ്ലോഡ് തിയറി എന്നാണ് ഇതിന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ ആ ഒരു രാശിയിൽ ഒരു ഗ്രഹം നിന്നാൽ ആ ഗ്രഹമല്ല അതിന് ഫലം തരുന്നത്, അതിന്റെ നക്ഷത്രത്തിന്റെ അധിപനാണ് ഫലം തരുന്നത് എന്നാണ് പറയുന്നത്. മറ്റേ നമ്മളിപ്പോ ഒരു രാശിയിൽ 3 നക്ഷത്രങ്ങൾ വരും. അതിൽ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ ആ നക്ഷത്രത്തിന്റെ അധിപനായിരിക്കാം ഫലം കൂടുതൽ തരുന്നത്. മറ്റേ ഫലം തരൂല്ല എന്നുള്ളത്. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. കുറച്ച് കൂടെ കൃത്യത കിട്ടണമെങ്കിൽ നമുക്ക് ഈ 3 രാശിയിൽ നക്ഷത്രം വരെ ആയുള്ളൂ. നക്ഷത്രം ഇപ്പൊ 9-ൽ 1 ഒരു പാതവേ ആയുള്ളൂ. പ്രൊഫസർ കൃഷ്ണമൂർത്തി സാർ അത് ചെയ്തത് എന്തെന്ന് വെച്ചാല് ഓരോ നക്ഷത്രത്തിന് വീണ്ടും 9ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമ്മൾ വിംശോത്തരി ദശ കാണും. വിംശോത്തരി ദശ കാണുമ്പോൾ വിംശോത്തരി ദശയിൽ 9 ഗ്രഹങ്ങൾക്ക് 120 വർഷത്തിന് ഡിവൈഡ് ചെയ്തിരിക്കും. അത് സമമായിട്ടുള്ള ഡിവിഷൻ അല്ല. ഏറ്റവും കൂടുതൽ ശുക്രനാണ്. ശുക്രന് 20 കൊല്ലമാണ്. ഏറ്റവും കുറവ് ചൊവ്വയ്ക്കുണ്ട്, കേതുവിനുണ്ട് 6 വർഷമാണ്. സൂര്യൻ 6 വർഷമാണ്. കേതുവിനും ചൊവ്വയ്ക്കും 7 വർഷമാണ്. അപ്പം അത്രയും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ സബ്ലോഡ് എന്ന് വെച്ചാൽ ഉപാധിപൻ. ഒരു ഗ്രഹത്തിന്റെ നക്ഷത്രത്തിന് 9ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് ഉപാധിപൻ എന്ന് പറയുന്നത്. 9 ഉപാധിപന്മാരാണ് അപ്പൊ ഒരു ഗ്രഹത്തിനുള്ളത്. ഒരു രാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് ആ ഒരു ഭാവത്ത് 9 ഭാവത്തിൽ ഒരു നക്ഷത്രത്തിലാണെങ്കിൽ 9 അധിപന്മാർ വരും. 9 ഉപഅധിപന്മാർ വെച്ചിട്ട് 12 രാശിയാകുമ്പോൾ അത് 243 ഉപാധിപന്മാരായി. പക്ഷെ അവിടെയും നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് അതിൽ പിന്നെയും നമുക്ക് വരും. കാര്യം വെച്ചാല് സൂര്യനും ചൊവ്വയ്ക്കും സൂര്യന്റെ നക്ഷത്രവും ചൊവ്വയുടെ നക്ഷത്രവും വ്യാഴത്തിന്റെ നക്ഷത്രവും അങ്ങനെ 9 നക്ഷത്രങ്ങളുണ്ട്. ഈ 9 നക്ഷത്രങ്ങൾക്ക് ഉള്ളത് 2 രാശിയും കൂടെ കണക്ട് ചെയ്തിരിക്കണം. ഭിന്നപാത നക്ഷത്രങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. ഉദാഹരണത്തിന് സൂര്യൻ ആദ്യം കാർത്തികയിലാണ് നിൽക്കുന്നത്. അപ്പൊ കാർത്തിക എന്ന് പറയുന്ന അതിന്റെ ഒരു കാൽഭാഗം മേടത്തിലുമുണ്ട്, 3/4 ഭാഗം ഇപ്പുറത്തുമുണ്ട്. അവിടെ തന്നെ മകയിരത്തില് പകുതിയാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വയുടെ ഇത് വരുന്നത് പകുതി ഇടവത്തിലും പകുതി മിഥുനത്തിലും. പിന്നെ വ്യാഴമുണ്ട്. വ്യാഴത്തിന്റെ 3/4 ഭാഗം മിഥുനത്തിലും 1/4 ഭാഗം കർക്കിടകത്തിലും നിൽക്കുന്നത്. ഇതിന് ഭിന്നഭാഗ നക്ഷത്രങ്ങൾ എന്ന് പറയും. അവിടെ വരുമ്പോഴത്തേക്ക് ഈ 9ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 6 എണ്ണം കൂട്ടും. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഈ സൂര്യന്റെ ഒരു ഉപാധിപൻ കുറച്ച് ഭാഗം മേടത്തിൽ നിൽക്കും, കുറച്ച് ഭാഗം ഇടവത്തിൽ നിൽക്കും.
വ്യാഴത്തിന്റെ ഉപാധിപൻ ഒരു ഭാഗം മിഥുനത്തിൽ നിൽക്കും, ഒരു ഭാഗം കർക്കിടകത്തിൽ നിൽക്കും. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് മറ്റുള്ള 2 സെറ്റ് നക്ഷത്രങ്ങൾ വരുമ്പോൾ 6 എണ്ണം കൂടുതൽ വരും. ഇപ്പൊ 243 6 249 ഉപഗ്രഹങ്ങളാണ് ഒരു സോഡിയാക്കിലുള്ളത്. ഈ 209 നക്ഷത്രം ഉപാധിപന്മാരെ വെച്ചിട്ടാണ് KP ഫലം പറയുന്നത്. ഇതില് സബ് ലോഡ് ഞാൻ അതാ പറഞ്ഞു. സബ് ലോഡ് എന്ന് പറഞ്ഞാൽ അതാണ് സബ് ലോഡാണ് 9 ആയിട്ട് വിഭജിക്കുന്നു, അതിനെ വീണ്ടും 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെ മൊത്തം 249 ആയി. പിന്നുള്ളതിന്റെ ഭാവങ്ങളാണ്. ഈ ഭാവങ്ങൾക്കുള്ളൊരു ഇതെന്ന് വെച്ചാല് നമ്മൾ സാധാരണയുള്ള ജ്യോതിഷത്തില് ഭാവം അപ്പുറത്തെ പിറകെയുള്ള 15 മുന്നോട്ടുള്ള 15 എടുത്ത് 30 ഡിഗ്രിയാണ് ഒരു ഭാവമായിട്ട് കരുതുന്നത്. അതേസമയം KP അസ്ട്രോളജി ഉപയോഗിക്കുന്നത് പ്ലാസിഡസ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്ലാസിഡസ് സിസ്റ്റത്തിൽ അത് അതിന്റെ കാൽക്കുലേഷൻ ഒരു ട്രിഗണോമെട്രിക്കൽ കാൽക്കുലേഷൻ ആണ്. അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കമ്പ്യൂട്ടർ സഹായം ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിന്റെ ബുക്ക് വാങ്ങിച്ച് അത് നോക്കി, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കത് കമ്പ്യൂട്ടറിന്റെ സഹായം വേണ്ടി വരും ഇത് ഈ ഭാവങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഒരു ഭാവം ചിലപ്പോൾ 30 മേളിലായിരിക്കും, ചിലപ്പോൾ 30 താഴെ ആയിരിക്കാം, ചിലപ്പോൾ ഈക്വലും ആയിരിക്കാം. ഈക്വൽ ആവണമെന്ന് തീർച്ചയായും നിർബന്ധമില്ല. ഈ കുറവും കൂടുതൽ ചിലപ്പോൾ ഒരു മേടത്തിൽ ഒരു ഭാവം നിൽക്കുന്നു എന്ന് വിചാരിക്കുക. മേടത്തിലൊരു ഭാവം നിന്നാല് 2ാമത്തെ ഭാവം ഇടവത്തിൽ വന്നു. ചിലപ്പോൾ 3ാമത്തെ ഭാവത്തിന്റെ ഇത് തുടക്കമാണ്. ഇതിനാണ് കസ്പ് എന്ന് പറയും. ഒരു അതിർത്തി, ഓരോ ഭാവത്തിന്റെ അതിർത്തി, അതിന് കസ്പ് എന്നാണ് പറയുന്നത്. അപ്പം കസ്പ് എന്ന് പറയുന്ന ഭാവത്തിന്റെ തുടക്കം. ഈ കസ്പ് എവിടെയാണോ നിൽക്കുന്നത്, ആ നിൽക്കുന്ന രാശിയുടെ അധിപനാണ് ആ ഭാവത്തിന്റെ അധിപൻ. ഇപ്പൊ ചിലപ്പോ ഈ ഒരു കസ്പ് തുടങ്ങി അടുത്ത കസ്പ് മറ്റതിന്റെ അവസാനമായിരിക്കാം ചിലപ്പോൾ തുടങ്ങുന്നത്. എന്നാലും ഈ കസ്പിന്റെ ഭാവം എന്ന് പറയുന്നത് ആ കസ്പ് നിൽക്കുന്ന ഏത് പോയിന്റ് ആണോ ആ സ്ഥലത്തുള്ള ആ രാശിയാണ് കസ്പിന്റെ അധിപൻ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തൊരു 3 നക്ഷത്രങ്ങൾ വരും. ആ 3 നക്ഷത്രങ്ങള് രണ്ടെണ്ണം ചിലപ്പോൾ ആദ്യത്തെ രാശിയിൽ വരും, 3ാമത്തെ ചിലപ്പോൾ 3ാമത്തെ രാശിയിൽ വരും. അപ്പൊ അവിടെ ഈ രാശി ലോഡ് മാറും എന്നുള്ളൂ. പക്ഷെ ഭാവത്തിന്റെ കസ്പ് എന്ന് പറയുന്നത് ഭാവം മാറത്തില്ല. അതാണ് ഓരോ നക്ഷത്രത്തിനും 3ആയിട്ട് ഒരു ഗ്രഹം നിൽക്കുന്നത്. ആദ്യം അതിന്റെ രാശി എടുക്കുന്നു, അതിന്റെ നക്ഷത്രം എടുക്കുന്നു, അതിന്റെ ഉപാധിപന്മാർ സബ് ലോഡ് എടുക്കുന്നു. അപ്പൊ ഒന്ന് രാശി ലോഡ് സൈൻ ലോഡ് എന്ന് പറയുന്നു, മറ്റത് നക്ഷത്ര ലോഡ് സ്റ്റാർ ലോഡ് എന്ന് പറയുന്നു, 3ാമത്തെ ഉപാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ് ലോഡ് എന്ന് പറയുന്നു. അപ്പൊ സബ് ലോഡാണ് ഇത്. സബ് ലോഡ് തിയറിയാണ് KP ജ്യോതിഷം. നമ്മൾ അത് അതിന്റെ ചാർട്ട് കാണിച്ച് ഞാൻ പറഞ്ഞു തരാം. പിന്നെ 12 രാശികളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ, അതാണ് പ്രധാനം. ഒരു ഗ്രഹം ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ഫലം തരും. അപ്പം 9 നക്ഷത്രങ്ങൾക്ക് 9 അധിപന്മാരുണ്ട്, 27 നക്ഷത്രങ്ങൾക്ക് അങ്ങനെ 9 അധിപന്മാരാണുള്ളത്. അപ്പൊ ഓരോ സ്ഥലത്തെയും ഓരോ രാശിയും വെച്ച് നോക്കുമ്പോൾ ആ രാശി വെച്ചിട്ടുള്ളത് വരുന്നത്. ഇതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ലഹരി അയനാംശമാണ് സാധാരണ നമ്മൾ വേദിക്കിൽ ഉപയോഗിക്കുന്നത്. പൊതുവെ ഒരു 99% ആൾക്കാരും ലഹരിയാണ് ഉപയോഗിക്കുന്നത്. ചിലര് രാമൻ അയനാംശം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ KP അയനാംശം എന്ന് പറഞ്ഞാൽ ഒരു 0 ഡിഗ്രി 6 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് KP ജ്യോതിഷത്തിന്റെ അയനാംശം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് KP അയനാംശം എന്നാ പറയുന്നത്. അതിപ്പോ നമ്മൾ 2 അയനാംശമുണ്ട്. ഒന്ന് പണ്ട് കണ്ടുപിടിച്ചതും ഒന്ന് ഇപ്പം 2000-ന് ശേഷം ഉപയോഗിക്കുന്നത് പുതിയതാണ്. KP അയനാംശം പുതിയ അയനാംശമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുള്ളത്, ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിക്കുന്ന സമയം നമുക്ക് അറിഞ്ഞൂടാ. ഡോക്ടർ പറയുന്നത് സമയം എത്രയെന്ന് പറഞ്ഞ് നമുക്ക് കറക്റ്റ് അറിയാൻ ഒക്കത്തില്ല. അപ്പൊ അതിന് ഒരു ബർത്ത് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പക്ഷെ അതൊരു കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം
KP ജ്യോതിഷം കൂടുതൽ ഉപയോഗിക്കുന്നത് ബർത്ത് ചാർട്ട് വെച്ചല്ല, ബർത്ത് ചാർട്ട് കൂടെ വെച്ചിട്ട് ബർത്ത് ചാർട്ട് വെച്ചിട്ട് ആ സമയം നമ്മൾ എടുക്കുന്ന, നമ്മൾ ജാതകം നോക്കുന്ന സമയത്തുള്ള ഗ്രഹനില വെച്ചാണ്. അപ്പൊ ഗ്രഹനില വെക്കുമ്പോൾ ആ നമ്മുടെ ജാതകന്റെ ഒരു ഇൻപുട്ട് അവിടെ വേണം. നമുക്ക് ജാതകന്റെ ഇൻപുട്ട് വേണം, മറ്റു നമ്മൾ മാത്രമേ നോക്കുന്നുള്ളൂ ജ്യോതിഷത്തില്, അല്ല പ്രശ്നത്തില്. ജാതകന്റെ ഇൻപുട്ടിന് നമ്മൾ സാധാരണ വേദിക് ജ്യോതിഷത്തിൽ 108 നമ്പർ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണാരൂഢ എടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ ഈ 240 ഉപ അധിപന്മാരെ സെലക്ട് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. 249 ഉപാധിപന്മാരെ ഒരു നമ്പർ തരാൻ പറയും. അപ്പൊ നമ്മൾ 1നും 249നും ഇടയിലുള്ള ഒരു നമ്പർ തരാൻ പറയും. ആ നമ്പർ കിട്ടുന്ന ആ ഒരു സബ്ലോഡിന്റെ ഭാവം എവിടെയാണോ നിൽക്കുന്നത് അത് ലഗ്നമായിട്ട് എടുത്തിട്ട് നമ്മള് പ്രശ്നം വെക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ പൊസിഷന് വെച്ചിട്ട്, അപ്പം നമുക്ക് ജാതകന്റെ ഒരു ഇൻപുട്ടുമായി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ജാതകം നോക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ ഇൻപുട്ടുമായി അത് വെച്ചിട്ടാണ് നമ്മൾ ഫലം പറയുന്നത്. കൂടുതലും നമുക്ക് ഈ KP ജ്യോതിഷം കൂടുതലും ഈ നമ്മുടെ സാധാരണ ജ്യോതിഷം പറയുന്നത് കണക്ക് അങ്ങനെ എല്ലാ ഫലങ്ങളും അങ്ങനെ പറയാറില്ല. അപ്പം അതിൽ കൂടുതലും ഓരോ സംഭവങ്ങൾ ആണ് കൂടുതലും പറയുന്നത്. എന്തായാലും നമുക്ക് ജീവിതത്തിൽ നടക്കാവുന്ന ഏത് സംഭവമായാലും എന്തായാലും അതിന് അതിൻ്റെതായ കാരകഭാവം എവിടെ ഇരിക്കുന്നു അവിടെ വെച്ചിട്ടാണ് നമ്മൾ KP ജ്യോതിഷത്തിൽ ഫലം പറയുന്നത്. അപ്പൊ അത് ഒരു ഭാവം ആയിരിക്കത്തില്ല. ഉദാഹരണത്തിന് കല്യാണത്തിന്റെ ഒരു വിവാഹത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് 7ാം ഭാവം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം KP ജ്യോതിഷത്തിൽ 7ാം ഭാവം എടുക്കും, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന 2 ഭാവങ്ങളൂടെ വേണം. 2 എടുക്കും. 2 എന്ന് പറയുന്നത് 7ന്റെ 8 ആണെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ ഇവിടെ ആ രീതിയിൽ എടുക്കുന്നില്ല. 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ 2 നമ്മുടെ ഫാമിലിയിൽ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഫാമിലി ഒരു അഡീഷൻ വരെയാണ്. അപ്പം 2 എടുത്തു. പിന്നുള്ളത് 11. 7ന്റെ 5 7ന്റെ പൂർവ്വ പുണ്യം നമ്മളുടെ 11 എന്നുവെച്ചാൽ ജാതകന്റെ 11ഉം സ്പൗസിന്റെ 5ഉം ഇത് 2ഉം കൂടെ വരുന്ന 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം, ഫുൾഫിൽമെന്റ് ഓഫ് ഡിസയർ. ഇത് 3ഉം കൂടെ വെച്ചിട്ട് ഇത് 3ലും ഏതെങ്കിലും, ഇപ്പൊ നമ്മൾ ഒരു ജാതകം നോക്കുമ്പോൾ 7ാം ഭാവമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ 7ാം ഭാവം 2ഉം 7ഉം 11ഉമായിട്ട് ഏതാ കണക്ട് ചെയ്ത് വരുന്നോ അതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫലം പറയുന്നത്. വേറൊരെണ്ണം കുഞ്ഞിന്റെ ജനനം. കുഞ്ഞിന്റെ എന്ന് വെച്ചാൽ സാധാരണ 5ാം ഭാവമാണ് സന്താനം. അവിടെയും സന്താനം വരുമ്പോൾ നമുക്ക് ഫാമിലിയിൽ ഒരു അഡിഷൻ വരുന്നുണ്ട്. 5 എന്ന് പറയുന്നത് 7ന്റെ 11 7ന്റെ 11 എന്ന് പറയുമ്പോൾ കല്യാണം വഴി ഒരു വിവാഹം വഴി ഉണ്ടാവുന്ന ഒരു ഫുൾഫിൽമെന്റ്, ഡിസയർ ഫുൾഫിൽമെന്റ് ആണ് കുഞ്ഞ്. അപ്പം 11 എന്ന് പറയുന്നത് 5. അപ്പൊ 5 എടുത്തു, 2 എടുത്തു. പിന്നെ നമ്മുടെ ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ 11. 5ന്റെ 5 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ ഒരു പൂർവ്വ പുണ്യം 11. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പിന്നെ അങ്ങനെ 2ആയിട്ടും എടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതലും നമ്മൾ അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. ഇതില് ഇത് വേദിക് ജ്യോതിഷവും KP ജ്യോതിഷവും തമ്മിലുള്ള ഇതിന്റെ ഒന്ന് ചുരുക്കി ഞാൻ ഇതുവരെ പറഞ്ഞൊന്ന് എഴുതിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമായിട്ട് വേദിക് ജ്യോതിഷത്തില് അതിനു മുമ്പ് ഒരു കാര്യം, സ്പീഡ് കൂടുന്നെങ്കിൽ പറയണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിക്കാം. കൂടുതൽ വലിയ സംശയമാണെങ്കിൽ എന്റെ സ്പീഡ് കൂടുകയോ എന്തെങ്കിലും വലിയ സംശയം വല്ലതും വരികയാണെങ്കിൽ അപ്പോഴും തന്നെ ചോദിക്കാം. ഇല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് സംശയം പറയും. സാറേ ഇപ്പൊ ഒരു ചെറിയ പുക പോലെ ആവുന്നുള്ളൂ, ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം. തുടങ്ങിയതേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്താ ഉള്ളതെന്ന് പറയും. സാറേ ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. പറയും. സാധാരണ ജ്യോതിഷത്തിന്
ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല അല്ലെങ്കിൽ സമയം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പ്രശ്നം എടുത്തോണ്ട് ആരുടെ വെച്ചാണ് നോക്കാറ്. ഇവിടെ KP ജ്യോതിഷത്തിൽ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് 249 ഉപാധിപന്മാരുണ്ട് അല്ലേ, സബ്ലോഡ് 200. അപ്പോൾ നമ്മള് വരുന്ന ആളുടെ അടുത്ത് നമ്മൾ ഒരു നമ്പർ തരാൻ പറയും. 241-നും 249-നും ഇടയിലുള്ള ഒരു നമ്പർ തരാൻ പറയും. ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഫാൻസി നമ്പർ അല്ല, മനസ്സുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം വരുന്ന ഒരു നമ്പർ പറയാൻ പറയും. ഈ നമ്പർ നമ്മൾ എടുക്കുമ്പോൾ ഈ 249 ഉപ അധിപന്മാരിൽ ഏതെങ്കിലും ഒരു അധിപനെ കിട്ടുന്നത്. നമ്മള് പിന്നെ പ്രശ്നം വെക്കുമ്പോൾ നമ്മൾ ഒരു രാശി മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ? അതെ. നമ്മൾ ആരോട് എടുക്കുമ്പോൾ ഒരു രാശി എടുക്കും, കൂടിപ്പോയി അതിന്റെ നവാംശം എടുക്കും, എന്നുവെച്ചാൽ 9 ഡിവൈഡ് ചെയ്യും. ഇതല്ല, അതിലും മൈന്യൂട്ട് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമുക്ക് ഈ 249 കിട്ടുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഭാവം കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് കിട്ടി ഇല്ലേ? മനസ്സിലായോ? അപ്പം ഇതാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ജാതകം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. പിന്നെ അതിന്റെ ബർത്ത് ടൈം കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം അതിനകത്ത് അത് ഒരുപാട് സമയം നമ്മൾ നിന്നാലും അതിന് ബർത്ത് ടൈം കറക്ഷൻ ചെയ്യാൻ ഒക്കുള്ളൂ. നമ്മൾ ഇത് ചെറിയ രീതിയിലുള്ള ബർത്ത് ടൈം കറക്ഷൻ ചെയ്യുക, ബാക്കി ഈ ഒരു നമ്പറും കൂടെ എടുത്തിട്ട് ഇത് ചെയ്യുക. അപ്പം KP ജ്യോതിഷം കൂടുതൽ ഊന്നി പറയുന്നത് പ്രശ്ന ജ്യോതിഷത്തിലാണ്. ഹൊറാറി അസ്ട്രോളജിയാണ് KP ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. ജാതകം ഇല്ല എന്നുള്ളത്, ജാതകം പറയും, പക്ഷെ ജാതകത്തിലും നമ്മൾ ഹൊറാറിയും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മൾ പറയുന്നത്. എന്നാലാണ് നമുക്ക് ഫലങ്ങൾ കൂടുതൽ കിട്ടുന്നത്. ആരെന്ത് ചോദിച്ചാലും നമുക്ക് അവരുടെ അടുത്ത് അപ്പോഴും ഒരു നമ്പർ മേടിക്കുക. 249-ന് താഴെയുള്ള ഒരു നമ്പർ തരാൻ പറയുക, 250-ൽ താഴെ ഒരു നമ്പർ തരാൻ പറയുക. ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ഉപാധിപനെ കണ്ടുപിടിക്കുന്നു. ആ ഉപാധിപന്റെ പൊസിഷൻ അത് കസ്പ് എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു നമ്മുടെ ലഗ്നത്തിന്റെ ലഗ്നസ്ഫുടമായിട്ട് എടുക്കുന്നു. ലഗ്നസ്ഫുടമായിട്ട് എടുത്തിട്ട് ആ സ്ഫുടത്തിന്റെ നക്ഷത്ര സബ്ലോഡ് നോക്കുന്നു. ആ സബ്ലോഡ് നിൽക്കുന്നത് ഏത് നക്ഷത്രത്തിലാണെന്ന് നോക്കുന്നു. ആ നക്ഷത്രത്തിന്റെ അത് ഞാൻ ചാർട്ട് വെച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ശരിയല്ലേ? അതെല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോ ഒന്നും മനസ്സിലാവില്ല, എല്ലാം കൺഫ്യൂഷൻ ആവുന്നു. ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണ് ഇപ്പോൾ മനസ്സിലാവാതിരുന്നെന്ന് പറയാം. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് സമാധാനമാണ് ഞാൻ പറഞ്ഞത്. സാധാരണ പ്രശ്നം എടുക്കുമ്പോൾ ഹലോ, ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യോ? സാധാരണ പ്രശ്നം നോക്കുന്നത് പോലെ KPയിൽ പ്രശ്നം നോക്കുന്നത് നമ്മൾ ഉപാധിപന്മാര് ഞാൻ പറഞ്ഞു, ഓരോ നക്ഷത്രത്തിനെയും നമ്മൾ 9 കൊണ്ട് 9 ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 27 നക്ഷത്രങ്ങൾ നമുക്കുണ്ട്. 27 നക്ഷത്രങ്ങളെ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 243 ഉപാധിപന്മാരെ കിട്ടി. പക്ഷെ അതില് നമ്മുടെ പിന്നഭാഗ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന കാർത്തിക, മകയിരം, പുണർദം, പിന്നെ അപ്പുറത്ത് ഉത്രം, ചിത്തിര, വിശാഖം, പിന്നുള്ളത് ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി. ഇതെല്ലാം 2 രാശിയിലായിട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇതില് സൂര്യന്റെ നക്ഷത്രവും വ്യാഴത്തിന്റെ നക്ഷത്രവും 9 അല്ല, അതൊരു 10 വരും. ഈ കണക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന രീതി കണക്ക് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ അത് മനസ്സിലാവും. മൊത്തം 249 ഉപാധിപന്മാരാണ് നമുക്കുള്ളത്. ഇപ്പൊ ഞാൻ ഉപാധിപന്മാര് ഇവിടെ നിർത്തുന്നു. ഉപാധിപന്മാരുടെ കാൽക്കുലേഷൻ കാണിച്ച് അവിടെ തുറക്കിയിട്ട് ഞാൻ പിന്നെ ഉപാധിപന്മാരെ പറ്റി പറയാം. അതല്ലേ നല്ലത്? ആ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിനു മുമ്പ് എനിക്ക് ചെറിയ ഒരു ഇതുകൂടാ. അപ്പം ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്ന, അപ്പം ഈ ഓരോ നക്ഷത്രയും 9 സമമല്ലാത്ത ഉപവിഭാഗങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിന്റെ ഫലങ്ങള്, ആ ഫലം തരുന്ന ഉപാധിപനാണ്. അതിന്റെ ഒരു കല്യാണം, അപ്പം അതിന്റെ 7ാം ഭാവം നമുക്കൊരു കല്യാണത്തിന് നമ്മൾ നെഗേഷനും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കത്തില്ല എന്ന് കാണിക്കുന്നില്ല, കല്യാണം കഴിക്കുമെന്ന് കാണിക്കാത്ത ഭാവങ്ങളെയാണ് അത് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ 7, 2, 11ന്റെ 12ാം ഭാവങ്ങളാണ്. ഓരോ ഭാവങ്ങളുടെയും 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ആ ഭാവത്തിന്റെ
എതിർഫലങ്ങൾ തരും എന്നുള്ളതാണ് നമുക്കറിയാം അല്ലേ. ഒന്നിന്റെ ഭാവം, 12ാം ഭാവം. അപ്പൊ 12ാം ഭാവം നമുക്ക് നഷ്ടമാണ്. ഒന്ന് നമ്മളുടെ ഇതാണ്, 12ാം ഭാവം നമുക്ക് നഷ്ടങ്ങളാണ്. അപ്പൊ ഓരോ ഭാവത്തിന്റെയും 12ാം ഭാവം അതിന്റെ നഷ്ടങ്ങളായിട്ട് കണക്കാക്കുന്നു. അപ്പൊ 1, 6, 10 എന്നുള്ളത് 2ന്റെയും 7ന്റെയും 11ന്റെയും 12ാം ഭാവമാണ്. അപ്പൊ അതില്ലാതെ വരെയാണെങ്കിൽ അതും ഇല്ലാതെ 1, 6, 10ഉം 2, 7, 12, 2, 7, 11 ഇല്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ കല്യാണം ഇല്ല എന്നും ഉണ്ടെന്നും പറയാൻ ഒക്കത്തില്ല. അപ്പൊ അതിന് അന്തിമമായിട്ടൊരു തീരുമാനം പറയുന്നത് നമ്മുടെ ഉപാധിപനാണ്. ഉപാധിപന്റെ പൊസിഷൻ നോക്കി അത് അനുകൂലമാണോ പ്രതികൂലമാണോ നോക്കിയിട്ടാണ് കല്യാണം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. സാറേ ഇപ്പൊ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. ഈ 2 പേരും 11 ഇല്ലാതെ വരുന്നത് എങ്ങനെയാ? വരണമെന്നില്ലല്ലോ. അപ്പോൾ ഞാനത് ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ആദ്യം ഇത് കഴിയട്ടെ. ഓക്കെ, പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അത് വരുമ്പോൾ ഞാൻ ഉദാഹരണം വെച്ച് കാണിച്ചു തരാം. അതല്ലേ നല്ലത്? ഈ ഓരോന്നും പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതും പിടികിട്ടില്ല, പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതും പിടികിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരുന്നതല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നതിനിടയിൽ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഓരോ കാര്യങ്ങൾ. സാർ അതല്ല, ഞങ്ങള് പുതിയതല്ലേ, അപ്പൊ അതുകൊണ്ട് ആദ്യം ഏതാണെന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻ നമ്മളെ മറ്റേ ജ്യോതിഷത്തിലാണെങ്കിൽ രാശി പറഞ്ഞു തരില്ലേ. അപ്പൊ അതേപോലെ ഓരോന്നും പറഞ്ഞു തന്നാലേ മാത്രമേ നമുക്ക് മനസ്സിലാവും. ഞാൻ അതിലോട്ടാ വരുന്നത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. എനിക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്തല്ലേ എനിക്ക് അങ്ങോട്ട് വരാൻ ഒക്കുള്ളൂ. എനിക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടല്ലേ അങ്ങോട്ട് വരാൻ ഒക്കുള്ളൂ. ഓക്കെ, താങ്ക്സ് സാർ. ഞാൻ ചാർട്ട് വെച്ച് തുടങ്ങുകയാണ്. ഇതൊരു KP ജ്യോതിഷത്തിന്റെ ഗ്രഹനിലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതില് 1ാം ഭാവം നിൽക്കുന്നത് മേടത്തിലാണ്. അപ്പം നമുക്ക് 12 രാശികൾ: മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മേടത്തിൽ തുടങ്ങി മീനം വരെ 12 രാശികൾ. അതെ. അടുത്തത് നമ്മള് ഓരോ ഗ്രഹങ്ങള് സൂര്യനാണ്. 1 സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെ നമ്മൾ മറ്റുള്ള ഗ്രഹങ്ങൾ എടുക്കുന്നില്ല. ഇത് 9 ഗ്രഹങ്ങൾ മാത്രമേ നമ്മൾ KPയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം അടുത്തത് നക്ഷത്രങ്ങള്. മേടത്തില് അശ്വതിയുടെ 1, 2, 3, 4, ഭരണിയുടെ 1 പാദം, 2ാം പാദം, 3ാം പാദം, 4ാം പാദം, കാർത്തികയുടെ 1ാം പാദം, അത് മേടത്തില്. കാർത്തികയുടെ 3 പാദങ്ങള് രോഹിണിയുടെ 4 പാദവും മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദവും ഇടവത്തില്. മകയിരത്തിന്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയുടെ 4 പാദവും ഉണർന്നത്തിന്റെ ആദ്യ 3 പാദവും മിഥുനത്തില്. ഉണർന്നത്തിന്റെ 4ാം പാദവും പൂയത്തിന്റെ 1, 2, 3, 4, ആയില്യത്തിന്റെ 1, 2, 4, 1, 2, 3, 4 കർക്കിടകത്തില്. മകത്തിന്റെ 1, 2, 3, 4 പാദങ്ങളും പൂരത്തിന്റെ 1, 2, 3, 4 പാദങ്ങളും ഉത്രം ആദ്യത്തെ പാദവും ചിങ്ങത്തില്. ഉത്രം 2, 3, 4 പാദങ്ങളും അത്തം 1, 2, 3, 4 പാദങ്ങളും ചിത്രയുടെ 1, 2 പാദങ്ങളും കന്നിയില്. ചിത്ര 3, 4 പാദങ്ങളും ചോതിയുടെ 4 പാദങ്ങളും വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങളും തുലാത്തില്. വിശാഖത്തിലെ 1 പാദം, അനിഴത്തിന്റെ 4 പാദം, തൃക്കേട്ടയുടെ 4 പാദം വൃശ്ചികത്തില്. മൂലത്തിന്റെ 4 പാദം, ഊരാടത്തിന്റെ 4 പാദം, ഉത്തരത്തിന്റെ ആദ്യത്തെ പാദം ധനുവില്. ഉത്രാടത്തിന്റെ 2, 3, 4 പാദം, തിരുവോണത്തിന്റെ 1, 2, 3, 4 പാദം, അവിട്ടത്തിന്റെ 1, 2 പാദങ്ങള് മകരത്തില്. അവിട്ടത്തിന്റെ അവസാനത്തെ 2 പാദങ്ങള് ചതയത്തിന്റെ 4 പാദങ്ങള്, പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങള് കുംഭത്തിൽ. പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതിയുടെ 1, 2, 3, 4 പാദം, രേവതിയുടെ 1, 2, 3, 4 പാദം ഇത് മീനത്തില്. ഓരോ അശ്വതി, മകം, മൂലം ഇതിന്റെ
അധിപൻ, നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അത് നമുക്ക് ഈ ദശ കണക്കാക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ഇതാണ്. അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അശ്വതി മകം മൂലം. ഓ സോറി ഇല്ല, ഞാനത് കോപ്പി ചെയ്തിട്ട് മാറിപ്പോയതാണ്. ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. ക്ഷമിക്കണം, എന്റെ ഒരു ചെറിയ തെറ്റുപറ്റി, ഞാൻ കോപ്പി ഇട്ടപ്പോ തെറ്റുപറ്റി പോയതാണ്. താങ്ക് യു സർ. ഓക്കെ. അശ്വതി മകം മൂലം കേതു, ഭരണി പൂരം പൂരാടം ശുക്രൻ, കാർത്തിക ഉത്രം ഉത്രാടം സൂര്യൻ, രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ, മകേരം തിരുവാതിര അവിട്ടം ചൊവ്വ, തിരുവാതിര ചോതി ചതയം രാഹു, പുണർതം വിശാഖം പൂരിട്ടാതി വ്യാഴം, പൂയം അനിഴം ഉത്രട്ടാതി ശനി, ആയില്യം തൃക്കേട്ട രേവതി ബുധൻ. ഇത് ഇത്രയാണ് നക്ഷത്രത്തിന്റെ അധിപന്മാര്. ഇനി ഇവിടെ നമുക്ക് ഇനിയിപ്പം ഇവിടെ നമുക്ക് കുറച്ച് ഇവിടെ ഒന്ന് കണക്കാക്കി എടുക്കാം. സൂര്യൻ, ഇപ്പം ഓരോന്നിന്റെ ഭാവങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. ഇപ്പം KP അസ്ട്രോളജിയിൽ ആദ്യം നിൽക്കുന്നത് 1 ഡിഗ്രി 12 ഡിഗ്രി 14 മിനിറ്റിലാണ് ഒന്നാമത്തെ ഭാവം വരുന്നത്. അപ്പം ഒന്നാമത്തെ ഭാവം വരുമ്പോൾ 7ാമത്തെ ഭാവം സെയിം ഡിഗ്രി ആയിരിക്കും. 7ാമത്തെ ഭാവവും 12 ഡിഗ്രി 14 മിനിറ്റിൽ വന്നു. 2ാമത്തെ ഭാവം 11 ഡിഗ്രി 57 മിനിറ്റിൽ. അത് അപ്പോഴത്രയും 30 ഡിഗ്രി ഇല്ല, കുറച്ച് കുറവുണ്ട്. 3ാമത്തെ ഭാവം 8:46 വന്നത്. 8:46 എന്ന് പറയുമ്പം അതും വളരെ കുറവാണ്, 27 ഡിഗ്രി വരുന്നുള്ളൂ. കർക്കിടകത്തിൽ 4ാമത്തെ ഭാവം വന്നു 5 ഡിഗ്രി 33 മിനിറ്റില്. 6ാമത്തെ ഭാവം ചിങ്ങത്തിൽ വന്നു 4 ഡിഗ്രി 57 മിനിറ്റ്. 6ാമത്തെ ഭാവം 7 ഡിഗ്രി 5ാമത്തെ ഭാവം 4 ഡിഗ്രി 57 മിനിറ്റില്.
അതല്ല, ഈ സൂര്യൻ എന്ന് പറയുമ്പം ആ രാശിക്ക് മേടത്തിൽ നിൽക്കുമ്പോൾ സൂര്യൻ മേടത്തിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഭാവം ഇതാണ്. നമ്മുടെ ഒന്നാം ഭാവം എന്ന് പറയുന്നത് മേടമാണ്. നമ്മുടെ ഒന്നാം ഭാവം എന്ന് പറയുന്നത് മേടമാണ്. അത് ഒന്നാം ഭാവം എന്ന് പറഞ്ഞാൽ 12:14 വരെ ഉണ്ടെന്നോ അതോ അത് അല്ലല്ല, അവിടെയാണ് തുടക്കം. നമ്മൾ KP-യിൽ ഡിഗ്രി ഈ ഭാവം കാണിക്കുന്നത് KP-യുടെ തുടക്കമാണ്. അത് അവസാനിക്കുന്നത് ഈ രണ്ടാം ഭാവത്തിൽ 11:56 അവസാനിക്കുകയും രണ്ടാം ഭാവം 11:57 തുടങ്ങുകയും ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോ ഒന്നാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. രണ്ടാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. മൂന്നാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. നാലാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അഞ്ചാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ആറാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ഏഴാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. 8 ഭാവാധിപൻ ചൊവ്വയാണ്. 9 ഭാവാധിപൻ വ്യാഴമാണ്. 10, 11 ഭാവാധിപൻ ശനിയാണ്. 12 ഭാവാധിപൻ വ്യാഴമാണ്. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് 0°14'. അപ്പൊ 0°14' എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അത് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇല്ല, ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തന്നില്ല. ഇതിപ്പോ നക്ഷത്രങ്ങളുടെ അധിപന്മാരായി അവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തത് നക്ഷത്രങ്ങളുടെ ഓരോ നക്ഷത്രങ്ങളുടെയും ഡിഗ്രിയാണ്. അപ്പൊ അശ്വതി നക്ഷത്രം തുടങ്ങുന്നത് മേടത്തിലെ 0°യിലാണ്. 0° തുടങ്ങിയിട്ട് 13°20' വരെ മേടത്തിലെ അശ്വതിയാണ്. മേടത്തിലെ 13°20' മുതൽ 26°40' വരെ ഭരണിയാണ്. പിന്നെ കാർത്തിക 26°40' മുതൽ 10°20' ഇടവം വരെ കാർത്തികയാണ്. അപ്പം ഒരു പാദം മേടത്തിലും ബാക്കി 3 പാദങ്ങൾ ഇടവത്തിലുമാണ്. ഇടവം കഴിഞ്ഞാൽ രോഹിണിയാണ്. രോഹിണി എന്ന് പറഞ്ഞാൽ 10° മുതൽ 23°20' വരെ ഇടവത്തില് രോഹിണിയാണ്. മകൈരോ എന്ന് പറയുന്നത് 23°20' തുടങ്ങിയിട്ട് അടുത്ത രാശിയിൽ 6°40' 20 അല്ല 6°40' വരെ മകൈരോ ആണ്. മകൈരം തുടങ്ങുന്നത് ഇടവത്തിലും പകുതി അവിടെയും, 2 പാദങ്ങൾ അവിടെയും 2 പാദം ഇവിടെയും. അത് കഴിഞ്ഞാൽ തിരുവാതിര മിഥുനത്തിൽ 6°40' മുതൽ 20° മിഥുനം വരെ തിരുവാതിരയാണ്. അത് കഴിഞ്ഞാൽ പുണർതം വന്നു 20° മിഥുനം മുതൽ 3°20' വരെ കർക്കിടകം വന്നു. പുണർതം ആദ്യത്തെ 3 പാദം അത് തുടങ്ങുന്നത് 20° മിഥുനത്തിൽ തുടങ്ങിയിട്ട് 3°20' എന്ന് വെച്ചാൽ 1 പാദം കർക്കിടക മരത്തിലുണ്ട്. അത് കഴിഞ്ഞാൽ പൂയത്തിൻ്റെത് 4 പാദങ്ങൾ 3°20' തുടങ്ങി 6°40' വരെ കർക്കിടകമാണ്. ഞാൻ ഇത് ഡിഗ്രി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്ലോഡ് കണ്ടുപിടിക്കുമ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് നോക്കി സബ്ലോഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സബ്ലോഡ് വരുന്നത് ഏത് നക്ഷത്രത്തിലാണ് എന്നറിയാം. ആയില്യം അവസാനത്തെ 4 പാദം. ആയില്യം എന്ന് പറയുന്നത് 16:40 മുതൽ 30° കർക്കിടകം വരെ ആയില്യമാണ്. പിന്നെ മകം തുടങ്ങുന്നു 13°20' വരെ ചിങ്ങത്തില് മകമാണ്. 13° മുതൽ 26:40 വരെ പൂരമാണ്. 26:40 മുതൽ 10° കന്നി വരെ ഉത്തരമാണ്. അത് കഴിഞ്ഞാൽ 10° മുതൽ 23:20 വരെ അത്തമാണ്. 23°20 മുതൽ അടുത്ത തുലാത്തിൽ 6°40 വരെ ചിത്തിരയാണ്. 6°40 മുതൽ 20° വരെ തുലാമാണ്. വിശാഖം 20° മുതൽ 3°20' വൃശ്ചികം വരെ വിശാഖമാണ്. അനിഴം
3 ഡിഗ്രി 20 മിനിറ്റ് വിശാഖത്തില്, 16 ഡിഗ്രി 40 മിനിറ്റ് വരെ അനിഴമാണ്. തൃക്കേട്ട ബാക്കിയുള്ള 13 ഡിഗ്രി 20 മിനിറ്റ് 30 ഡിഗ്രി വരെ വൃശ്ചികമാണ്. തൃക്കേട്ടയാണ്. മൂലം 0 മുതൽ 13 ഡിഗ്രി 20 വരെ മൂലമാണ്. ധനുവില്. പൂരാടം ധനുവിൽ 13 ഡിഗ്രി 26 മിനിറ്റ് 40 മിനിറ്റ് വരെ പൂരാടമാണ്. ഉത്രാടം 26 മിനിറ്റ് 40 ഡിഗ്രി മുതൽ 10 ഡിഗ്രി മകരം വരെ ഉത്രാടമാണ്. 10 ഡിഗ്രി മകരം മുതൽ 23 ഡിഗ്രി 20 മകരം വരെ തിരുവോണമാണ്. അവിട്ടം 23 ഡിഗ്രി 20 മകരം മുതൽ 6 ഡിഗ്രി 40 വരെ അവിട്ടമാണ്. ചതയം 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 20 ഡിഗ്രി വരെ കുംഭമാണ്. പൂരിട്ടാതി 20 ഡിഗ്രി കുംഭം മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് മീനം വരെ പൂരിട്ടാതിയാണ്. ഉത്രട്ടാതി 3 ഡിഗ്രി 20 മിനിറ്റ് മീനം മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ മീനമാണ്. രേവതി 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി 20 മിനിറ്റ് വരെ രേവതിയാണ്. അപ്പം ഇത് നക്ഷത്രങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനായി. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവങ്ങളും നിൽക്കുന്ന നക്ഷത്രങ്ങളെയാന്ന് കണ്ടുപിടിക്കാം. ആദ്യം ഭാവങ്ങൾ. മേടത്തിൽ 1 ഡിഗ്രി 12 മിനിറ്റ് 14 ഡിഗ്രി. 14 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അശ്വതി എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് മേടം വരെ അശ്വതിയാണ്. അപ്പോൾ ഒന്നാം ഭാവം തുടങ്ങുന്നത് അതിന്റെ കസ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കസ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിർത്തിയാണ്. ഒരു ഭാവത്തിന്റെ, ഇപ്പൊ 12ാം ഭാവത്തിന്റെ 1ാം ഭാവത്തിന്റെ അതിർത്തിയാണ് ഈ 12 ഡിഗ്രി 14 മിനിറ്റ്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയും അതിന്റെ അശ്വതിയുടെ നാഥൻ കേതു നക്ഷത്രനാഥനുമാണ്. രണ്ടാമത് അവിടെ നമുക്ക് പിന്നെ സൂര്യൻ നിൽക്കുന്നുണ്ട്. സൂര്യൻ നിൽക്കുന്നത് 0 ഡിഗ്രി 14 മിനിറ്റില് അശ്വതിയിലാണ് നിൽക്കുന്നത്. 0 മുതൽ 13 ഡിഗ്രി വരെ അശ്വതിയാണ്. അപ്പൊ സൂര്യന്റെ പൊസിഷൻ വരുന്നത് 0 ഡിഗ്രി 14 മിനിറ്റ് വരെയാണ്. അത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. തൽക്കാലം രണ്ടിന്റെ നക്ഷത്രങ്ങൾ പറഞ്ഞിട്ട് പോകാം. 11 ഡിഗ്രി 57 മിനിറ്റ് ഇടവത്തിലാണ് നമുക്ക് 2ാം ഭാവം തുടങ്ങുന്നത്. 2ാം ഭാവത്തിന്റെ കസ്പ് 11 ഡിഗ്രി 57 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇടവത്തില് 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് ഇടവം വരെ രോഹിണിയാണ്. അപ്പോൾ നമ്മൾ 2ാം ഭാവം തുടങ്ങുന്നത് രോഹിണിയുടെ നക്ഷത്ര അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അവിടെ ജൂപ്പിറ്റർ നിൽക്കുന്നുണ്ട്. വ്യാഴം നിൽപ്പുണ്ട്. വ്യാഴം നിൽക്കുന്നത് 24 ഡിഗ്രി 2 മിനിറ്റിലാണ്. അപ്പം 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 6 ഡിഗ്രി 40 മിനിറ്റ് മിഥുനം വരെ മകൈരമാണ്. മകൈരത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പൊ വ്യാഴം നിൽക്കുന്നത് മകൈര നക്ഷത്രത്തിലാണ്. വ്യാഴത്തിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അടുത്തത് 3ാമത്തെ ഭാവം നോക്കുന്നു. 3ാമത്തെ ഭാവം എന്ന് പറയുന്നത് തുടങ്ങുന്നത് 8 ഡിഗ്രി 46 മിനിറ്റ് ആണ്. 6:40 മുതൽ 20 മിനിറ്റ് വരെ മിഥുനത്തിൽ തിരുവാതിര രാഹുവിന്റെ നക്ഷത്രമാണ്. അപ്പോൾ തിരുവാതിരയിലാണ് രാഹു നക്ഷത്രത്തിലാണ് 3ാം ഭാവം നിൽക്കുന്നത്. 4ാം ഭാവം 5 ഡിഗ്രി 33 മിനിറ്റ് കർക്കിടകം. അവിടെ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ ശനിയുടെ നക്ഷത്രമായ പൂയമാണ്. അപ്പം 4ാം ഭാവം തുടങ്ങുന്നത് പൂയത്തിലാണ്, ശനിയുടെ നക്ഷത്രത്തിലാണ്. അപ്പൊ ശനിയുടെ 4ാം ഭാവത്തിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ശനിയായി. അവിടെ ചൊവ്വ നിൽപ്പുണ്ട്. ചൊവ്വ നിൽക്കുന്നത് 4 ഡിഗ്രി 13 മിനിറ്റിലാണ്. പക്ഷെ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ നമുക്ക് ശനിയുടെ നക്ഷത്രം തുടങ്ങുന്നു. അപ്പോൾ ശനി പിന്നെ ചൊവ്വ നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രമായ പൂയത്തിലാണ്. 5ാമത്തെ ഭാവത്തിന്റെ തുടക്കം വരുന്നത് 4 ഡിഗ്രി 57 മിനിറ്റില് ചിങ്ങത്തിലാണ്. അപ്പൊ ചിങ്ങം 0 മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ 5ാം ഭാവം മകം നക്ഷത്രമാണ് കേതുവിന്റെ. അപ്പൊ നമ്മൾ 5ാം ഭാവം നിൽക്കുന്നത്
കേതുവിന്റെ നക്ഷത്രത്തിലാണ്. കേതു അവിടെ അടുത്ത രാശിയിൽ നിൽക്കുന്നുണ്ട്. കേതു നിൽക്കുന്ന 1 ഡിഗ്രി 55 മിനിറ്റ് വരെ 1 ഡിഗ്രി 55 മിനിറ്റ് വരെ ഉള്ളതിൽ 55 മിനിറ്റിൽ കേതു നിൽക്കുന്നു കന്നി രാശിയിൽ. അപ്പോ കന്നി രാശിയിൽ 10 ഡിഗ്രി വരെ, കന്നി രാശി 10 ഡിഗ്രി വരെ നമുക്ക് ഉത്തര നക്ഷത്രമാണ്, സൂര്യന്റെ നക്ഷത്രമാണ്. അപ്പൊ കേതു നിൽക്കുന്നത് ഏത് നക്ഷത്രത്തില്? സൂര്യന്റെ നക്ഷത്രമായ ഉത്തരത്തിലാണ് കേതു നിൽക്കുന്നത്. പക്ഷെ അവിടെ 6-ാം ഭാവം തുടങ്ങുന്ന എവിടെയാണ്? 7 ഡിഗ്രി 58 മിനിറ്റിലാണ്. 6 ഡിഗ്രി 40 മിനിറ്റിൽ നമുക്ക് ചിത്തിര 10 ഡിഗ്രി വരെ കന്നിയാണ്. അപ്പോ കന്നി തന്നെ 10 ഡിഗ്രി വരെ ഉത്തരമാണ് സൂര്യന്റെ നക്ഷത്രം. അപ്പൊ ഉത്തരത്തിലാണ് 6-ാം ഭാവം നിൽക്കുന്നത്. അടുത്തത് 7-ാം ഭാവം തുടങ്ങുന്നത് എവിടെയാ? 7-ാം ഭാവം തുടങ്ങുന്നത് 12 ഡിഗ്രി 14 മിനിറ്റ് ആണ്. 6:40 തുലാത്തില് 6:40 മുതൽ 20 ഡിഗ്രി വരെ രാഹുവിന്റെ നക്ഷത്രമായ ചോതിയാണ്. ചോതി നക്ഷത്രത്തിലാണ് 7-ാം ഭാവം നിൽക്കുന്നത്. അപ്പൊ അവിടെ ചന്ദ്രനുണ്ട്. ചന്ദ്രൻ നിൽക്കുന്നത് 13 ഡിഗ്രി 36 മിനിറ്റ്. അപ്പൊ അതും 6:40 കഴിഞ്ഞിട്ടാണ് 13 ഡിഗ്രി. അപ്പൊ അത് നിൽക്കുന്നത് ചൊവ്വയുടെ നക്ഷത്രത്തിൽ, രാഹുവിന്റെ നക്ഷത്രത്തിലാണ്. 8-ാം ഭാവം തുടങ്ങുന്നത് 11:57 11:57 എന്ന് പറയുന്നത് 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വൃശ്ചികത്തില് അനിഴമാണ്, ശനിയുടെ നക്ഷത്രമാണ്. ശനിയുടെ നക്ഷത്രത്തിലാണ് 8-ാം ഭാവം തുടങ്ങുന്നത്. 9-ാം ഭാവം തുടങ്ങുന്നത് 8 ഡിഗ്രി 16 മിനിറ്റിലാണ്. 8 ഡിഗ്രി 16 എന്ന് പറഞ്ഞാല് 13 ഡിഗ്രി, ധനുവിൽ 13 ഡിഗ്രി വരെ മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തില് 9-ാം ഭാവം തുടങ്ങുന്നു. 10-ാം ഭാവം 5:33 അവിടെ 10 ഡിഗ്രി വരെ സൂര്യന്റെ നക്ഷത്രമായ ഉത്രാടമാണ്, മകരത്തില് 5 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അപ്പം 10-ാം ഭാവം നിൽക്കുന്നത് സൂര്യന്റെ നക്ഷത്രമായ ഉത്രാടത്തിലാണ്. 11-ാം ഭാവം എന്ന് പറയുന്നത് 4 ഡിഗ്രി 57 മിനിറ്റ് ആണ്. അവിടെ കുംഭത്തില് 6 ഡിഗ്രി 40 മിനിറ്റ് വരെ അവിട്ടമാണ്, കുജന്റെ നക്ഷത്രമാണ്. അപ്പം കുജന്റെ നക്ഷത്രത്തിലാണ് 10-ാം ഭാവം നിൽക്കുന്നത്. 11-ാം ഭാവം നിൽക്കുന്നത്. 12-ാം ഭാവം നിൽക്കുന്നത് 7 ഡിഗ്രി 58 മിനിറ്റിലാണ്. 7 ഡിഗ്രി 58 എന്ന് വെച്ചാൽ അവിടെ 3 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 16 ഡിഗ്രി 40 മിനിറ്റ് വരെ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി തുടങ്ങുന്നു. അതുപോലെ 12-ാം ഭാവം തുടങ്ങുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. അവിടെ 4 ഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. ആദ്യത്തെ ഗ്രഹം 0 ഡിഗ്രി 31 മിനിറ്റ്. രണ്ടാമത്തെ ഗ്രഹം ശനി 1 ഡിഗ്രി 54 മിനിറ്റ്. മൂന്നാമത്തെ ഗ്രഹം രാഹു 1 ഡിഗ്രി 55 മിനിറ്റ്. അവിടുത്തെ 3:20 വരെ വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരിട്ടാതി. വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരിട്ടാതിയിലാണ് ശുക്രനും ശനിയും രാഹുവും നിൽക്കുന്നത്. അതേസമയം ബുധൻ നിൽക്കുന്നത് 4 ഡിഗ്രി 32 മിനിറ്റിലാണ്. 4 ഡിഗ്രി 32 എന്ന് പറയുമ്പോൾ 3 ഡിഗ്രി 20 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഉത്രട്ടാതി ശനിയുടെ നക്ഷത്രമാണ്. അപ്പം ബുധൻ നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ്. അപ്പൊ ഇതിൽ ഇനി അടുത്തത് പറയാനുള്ളത്, ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അല്ല, ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ക്ലിയർ ആയില്ല. കാരണം സാറ് ഇങ്ങനെ നോക്കി ഇങ്ങനെ വായിച്ചു, അപ്പോഴത്തേക്ക് വരുമ്പോഴേ എന്ന് പറയുന്നത് സൂര്യൻ നിൽക്കുന്നത് 0 ഡിഗ്രി 14 അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് 12 ഡിഗ്രി 14. അപ്പൊ ഇതില് എന്ന് പറഞ്ഞാൽ മേടത്തിന്റെ അശ്വതിയില് കേതുവിന്റെ നക്ഷത്രമായ അശ്വതിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? സൂര്യ നക്ഷത്രമായ കേതുവിലാണ്, കേതുവിന്റെ നക്ഷത്രമാണ് അശ്വതി അല്ലേ? അപ്പം നമ്മൾ KP പഠിക്കുമ്പോൾ നവാംശം മറന്നേക്കുക. വേദിക്ക് നോക്കുമ്പോൾ മാത്രം നമ്മൾ നവാംശം നോക്കുക.
മേടം എന്ന് പറയുന്നത് കുജന്റെ നക്ഷത്രമല്ലേ? അതെ. അപ്പൊ പിന്നെ അത് സൂര്യൻ അവിടെ വന്നത് കൊണ്ട് അത് മേടം എന്ന് പറഞ്ഞ കുജന്റെ നക്ഷത്രമല്ല, മേടം എന്ന് പറഞ്ഞ കുജന്റെ രാശിയാണ്. ഓക്കെ, ശരി സാർ. അപ്പൊ നമ്മുടെ ഒരു അഡ്രസ്, എന്റെ അഡ്രസ്, എന്റെ വീട്, അപ്പൊ എന്റെ പേര് കൊടുത്തു, എന്റെ വീട് നമ്പർ കൊടുത്തു, എന്റെ പിന്നെ ആ ഏരിയ കൊടുത്തു, ആ പഞ്ചായത്ത് കൊടുത്തു, ആ ഡിസ്ട്രിക്ട് കൊടുത്തു. അപ്പൊ എന്താ പറ്റിയ സാറേ? വീട്ടിന്റെ നമ്പർ അല്ലെങ്കിൽ പേര് കൊടുക്കുന്നു. സാർ ഇപ്പൊ 1-ാം ഭാവമാണ് പറയുന്നത് സാറേ. 1-ാം ഭാവില് സൂര്യൻ നിൽക്കുന്നു. സാറേ ഒരു ഭാവം 30 ഡിഗ്രി അല്ലേ? 0 ഡിഗ്രി 14 മിനിറ്റില് സൂര്യൻ നിൽക്കണം മേടത്തില്. നെറ്റ് കിട്ടിയിട്ടുണ്ട്, സോറി. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, എന്റെ അഡ്രസ്, ഒരാളുടെ അഡ്രസ് പറയുന്നത്, അയാളുടെ വീട്, അയാൾ നിൽക്കുന്ന ആ ഒരു ചേരി, ആ ഒരു പിന്നെ പോസ്റ്റ് ഓഫീസ് അയാളുടെ അഡ്രസ്സായി. അപ്പൊ ആ ആള് ആ വീട്ടിനകത്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് വേറൊരു പ്രോബ്ലം ഉണ്ട്. അടുക്കളയിലാണോ, ബെഡ്റൂമിലാണോ, പിന്നെ ഡ്രോയിങ് റൂമിലാണോ, രണ്ടാമത്തെ ബെഡ്റൂമിലാണോ, പൂജാമുറിയിലാണോ, അങ്ങനെ ഒരു പൊസിഷൻ വരുന്നുണ്ട് നമുക്കില്ലേ? അതുപോലെ ഇപ്പൊ ഇവിടെ സൂര്യൻ നിൽക്കുന്ന എവിടെയാ? 0 ഡിഗ്രി 14 മിനിറ്റ്. എവിടെ, ഏത് രാശിയില്? സൂര്യൻ നിൽക്കുന്നത് മേടൻ രാശിയില്. ഏത് നക്ഷത്രത്തില്? അശ്വതി നക്ഷത്രത്തില് അല്ലേ? മേടൻ രാശിയില് അശ്വതി നക്ഷത്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതെ സാർ. ഹലോ 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 കേക്കണ്ട് സാർ. കേൾക്കുന്നു, ശരിയാണല്ലോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ സൂര്യന്റെ അഡ്രസ് പറഞ്ഞു. സൂര്യൻ നിൽക്കുന്നത് മേടൻ നക്ഷത്രത്തില്, അശ്വതി മേടം രാശിയില്, കുജന്റെ രാശിയായ മേടത്തില്, അശ്വതിയുടെ നക്ഷത്രമായ കേതുവിലാണ് സൂര്യൻ നിൽക്കുന്നത്. ശരിയല്ലേ? അതെ. അടുത്ത ഗ്രഹം വ്യാഴം നിൽക്കുന്നു. വ്യാഴം നിൽക്കുന്നത് 24 ഡിഗ്രി 2 മിനിറ്റിലാണ്. ഇപ്പൊ വ്യാഴം ഇവിടെ നിൽക്കുന്നത് 24 ഡിഗ്രി 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 26 ഡിഗ്രി മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് മുതൽ കാർത്തിക തുടങ്ങി, അല്ല സോറി രോഹിണി 23:20 വരെ രോഹിണിയാണ്. അപ്പൊ രോഹിണി കഴിഞ്ഞ് മകയിരം തുടങ്ങി കഴിഞ്ഞു. അപ്പൊ മകയിരം 23:20 തുടങ്ങുന്നു. മകയിരം രാശിയില് അപ്പോ ശുക്രന്റെ രാശിയായ ഇടവത്തില് വ്യാഴം നിൽക്കുന്നത് രോഹിണിയുടെ നക്ഷത്രത്തിലാണ്. രോഹിണിയുടെ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാല് ചന്ദ്ര നക്ഷത്രമായ രോഹിണിയിലാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണിയില് ശുക്രന്റെ രാശിയായ ഇടവത്തില് വ്യാഴം നിൽക്കുന്നു. അടുത്തത് ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് കർക്കിടകം, ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നു. ആ ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തില് 4 ഡിഗ്രി 13 ചൊവ്വ നിൽക്കുന്നത്. 3:20 മുതൽ കർക്കിടകത്തില് 3:20 മുതൽ 16 ഡിഗ്രി വരെ ശനിയുടെ നക്ഷത്രമായ പൂയമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. വ്യാഴം നിൽക്കുന്നത്, ചൊവ്വ നിൽക്കുന്നത് ചന്ദ്രന്റെ നക്ഷത്രമായ കർക്കിടകത്തില്, ശനിയുടെ നക്ഷത്രമായ പൂയത്തിൽ നിൽക്കുന്നു. അടുത്ത കേതു നിൽക്കുന്നത് 1 ഡിഗ്രി 55 മിനിറ്റ്
കന്നിയിലാണ്. കന്നിയുടെ അധിപൻ എന്ന് പറഞ്ഞ ബുധനാണ്. ബുധന്റെ രാശിയില് 1:55 അവിടെ 10 ഡിഗ്രി വരെ, കന്നിയിൽ 10 ഡിഗ്രി വരെ ഉത്തരമാണ്. ഉത്തരം എന്ന് പറയുന്നത് സൂര്യന്റെ നക്ഷത്രമാണ്. അപ്പം ബുധന്റെ രാശിയായ കന്നിയില് സൂര്യന്റെ നക്ഷത്രമായ ഉത്തരത്തില് കേതു നിൽക്കുന്നു. ചന്ദ്രൻ 13 ഡിഗ്രി 36 മിനിറ്റ് അവിടെ 6:40 മുതൽ 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ രാഹുവിന്റെ നക്ഷത്രമായ ചോതിയാണ്. അപ്പോ തുലാമാണ്. നമ്മുടെ ശുക്ര നക്ഷത്രമായ തുലാത്തില് രാഹുവിന്റെ നക്ഷത്രമായ ചോതിയിൽ ചന്ദ്രൻ നിൽക്കുന്നു. ഇവിടെ ശുക്രനും ശനിയും രാഹുവും നിൽക്കുന്നത് ഒരേ നക്ഷത്രത്തിലാണ്. എന്നുവെച്ചാൽ അവിടെ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരിട്ടാതിയാണ്. അപ്പോ വ്യാഴത്തിന്റെ രാശിയായ മീനത്തില് ശുക്രനും ശനിയും രാഹുവും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. കറക്റ്റ് അല്ലേ? അതേസമയം അവിടെ ബുധൻ വന്നു. ബുധൻ നിൽക്കുന്നത് 3 ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് ശനിയുടെ രാശിയായ ഉത്രട്ടാതിയായി. ബുധൻ നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയായ മീനത്തില് ശനിയുടെ രാശിയായ ഉത്രട്ടാതിയിൽ മീനം നിൽക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സാറേ, 12ാം ഭാവം തുടങ്ങുന്നത് 7 ഡിഗ്രിയിൽ തുടങ്ങുള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഭാവത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ഗ്രഹങ്ങളുടെ പൊസിഷനിലേ പറഞ്ഞുള്ളൂ. ഇനിയാണ് ഞാൻ പറഞ്ഞ ഒരാൾ നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ ഏത് മുറി നിൽക്കുന്നതെന്ന് പറയണ്ടേ നമുക്ക്? വേണ്ടേ? അപ്പം അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാവം തുടങ്ങിയാണ് നമ്മൾ. ഇതുവരെ നമ്മൾ ഒരു ഗ്രഹം നിൽക്കുന്ന രാശി നക്ഷത്രവും നമ്മൾ പറഞ്ഞു. അടുത്തത് ആ ഗ്രഹം നിൽക്കുന്ന ഏത് ഭാവത്തിലാണെന്നുള്ളതാണ്. ഇപ്പൊ KP അസ്ട്രോളജിയിൽ ഒരു ഭാവം തുടങ്ങുമ്പോൾ ആ ഭാവത്തിന്റെ അവിടെ നിന്ന് ഒരു പാദം 3 ഡിഗ്രി 20 മിനിറ്റ് വരെ നമുക്ക് ആ പാദമായിട്ട് കണക്കാക്കാം. വേറെ പിറകു വശത്തെ ഉദാഹരണത്തിന് സൂര്യൻ നിൽക്കുന്നത് 0 ഡിഗ്രി 14 മിനിറ്റില് അശ്വതിയിലാണ്. അശ്വതിയുടെ 1ാം പാദമാണ്. അതേ സമയത്ത് 1ാം ഭാവം തുടങ്ങുന്നത് 1 ഡിഗ്രി 12 മിനിറ്റ് 12 ഡിഗ്രി 14 മിനിറ്റില് 1ാം ഭാവം തുടങ്ങുന്നു. അതും അശ്വതിയാണ്. ആ അശ്വതി നിൽക്കുന്നത് എവിടെയാ? അല്ല, ആ 1ാം ഭാവം തുടങ്ങുന്ന അവിടെ 4ാം ഭാവമാണ്. 4ാം ഭാവവും 1ാം ഭാവമുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഒരാളുടെ വീട്ടിന്റെ പടിയിൽ നിൽക്കുകയല്ല, അടുത്ത ആളുടെ വീടിന്റെ അടുത്ത് നിൽക്കുക, കുറച്ച് ദൂരെ നിൽക്കുക. അപ്പൊ ആ വീട്ടിൽ വന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പം KPയിൽ 3 ഡിഗ്രി 20 മിനിറ്റ് ആണ് ആ ഒരു ഡിസ്റ്റൻസ്. തൊട്ട് പിറകിലുള്ള ഒരു 3 ഡിഗ്രി 20 മിനിറ്റ് വരെ നമ്മൾ ഈ 1ാമത്തെ രാശിയായിട്ട് കണക്കാക്കുന്നു. അപ്പം ഈ സൂര്യൻ നിൽക്കുന്നത് മേടൻ രാശിയായ ചൊവ്വയുടെ രാശിയായ മേടത്തില് കേതുവിന്റെ നക്ഷത്രമായ അശ്വതിയില് 12ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 1ാം ഭാവത്തിൽ വന്നിട്ടില്ല. എന്നുവെച്ചാൽ അത് ഒരു 3 ഡിഗ്രി 20 മിനിറ്റ് പിറകിലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് അത് പറയാമായിരുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഭാവചലിത ചാർട്ട് നോക്കിയില്ലെങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ എന്ത് പറയും? സൂര്യൻ നിൽക്കുന്നത് ഉച്ചത്തിലാണ്, 1ാം ഭാവത്തിലാണെന്ന് പറയൂലേ? അതേ സമയത്ത് നമ്മളിപ്പം പറയുന്ന അങ്ങനല്ല. സൂര്യൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. അപ്പൊ സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങളുണ്ട്, അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. ഉച്ചത്തിലാണ് സൂര്യൻ. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. നമ്മൾ സാധാരണ നമ്മളെ ഭാവചലിത ചാർട്ടില് നമ്മൾ ഒരു ഇത് ചെയ്യാറുണ്ട്. ലഗ്നം മാത്രമേ നമ്മൾ ഇത് ചെയ്യാറുള്ളൂ. ബാക്കിയെടുത്ത് നമ്മൾ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്, അടുത്ത രാശിയിലോട്ട് മാറും. അപ്പൊ അവിടെ രാശി മാറി, ഭാവം മാറുന്നു. ഇവിടെ രാശിയും മാറുന്നില്ല, ഭാവവും മാറുന്നില്ല. രാശി ഇന്ന രാശിയിൽ നിൽക്കുന്നു, ഇന്ന ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. മീനത്തില് ഇപ്പം ഉദാഹരണത്തിന് ഈ സൂര്യൻ എന്ന് പറയുന്നത് മീനരാശിയിൽ ഒരു 29 ഡിഗ്രിയിലാണ് നിന്നിരുന്നുവെങ്കിൽ 29 ഡിഗ്രി നിൽക്കുന്നു എന്ന് വിചാരിക്കുക. സൂര്യൻ 29 ഡിഗ്രി മീനത്തിൽ നിൽക്കുന്നു. രേവതി നക്ഷത്രത്തില് വ്യാഴത്തിന്റെ രാശിയായ മീനത്തില് സൂര്യൻ നിൽക്കുന്നു. അപ്പം ഭാവത്തിലാണ് രാശി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ 12 ഭാവം നമുക്ക് എവിടം വരെ ഉണ്ട്? 12 ഡിഗ്രി 14 മിനിറ്റിന്റെ
തുടക്കം വരെ നമുക്ക് 12ാം ഭാവമുണ്ട്. അതിലൊരു 3 ഡിഗ്രി നമ്മൾ ഒരു അലവൻസ് കൊടുത്തിട്ടുണ്ട്. ആ നക്ഷത്രത്തിന്റെ ആ ഒരു 3 ഡിഗ്രി അലവൻസ് ഒരു പാദത്തിന്റെ ഡിഗ്രി കൊടുക്കും. 3 മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ കൊടുക്കാറുണ്ട്. 3 ഡിഗ്രി എന്ന് കൂട്ടുക. 3 ഡിഗ്രി വരെ നമുക്ക് ആ ഒരു അലവൻസ് കൊടുക്കാം. അപ്പൊ സൂര്യൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഇവിടെ 2ാം ഭാവം തുടങ്ങുന്നത് 11 ഡിഗ്രിയിലാണ്. വ്യാഴം നിൽക്കുന്നത് 24 ഡിഗ്രി ഇടവത്തിലാണ്. അപ്പൊ വ്യാഴം നിൽക്കുന്നത് 2ാം ഭാവത്തിലാണ്. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 4 ഡിഗ്രി 13 മിനിറ്റിലാണ്. പിന്നെ ഇവിടെ 5:13 മുതലാണ് 4ാം ഭാവം തുടങ്ങുന്നത്. പക്ഷെ ഇത് 1 ഡിഗ്രി ഏതാണ്ട് 20 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പൊ ചൊവ്വ ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് 4ാം ഭാവത്തിന്റെയാണ്. 3ാം ഭാവത്തിന്റെ ഫലം തന്നാലും അത് വളരെ കുറച്ചാണ്. അപ്പം നമ്മളത് പറയേണ്ടത് 4ാം ഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കുന്നത്. കേതു നിൽക്കുന്നത് 1 ഡിഗ്രിയിലാണ്. 6ാം ഭാവം തുടങ്ങുന്നത് 7 ഡിഗ്രി 58 മിനിറ്റിലാണ്. 7 ഡിഗ്രി 58 മിനിറ്റ് ആയപ്പോ അവിടെ 6 ഡിഗ്രിയുടെ വ്യത്യാസം വന്നു. അപ്പൊ അത് നിൽക്കുന്ന 5ാം ഭാവത്തിലാണ്. ചന്ദ്രൻ 11 ഡിഗ്രി 36 മിനിറ്റിലാണ് നിൽക്കുന്നത്. വ്യാഴം നിൽക്കുന്നത് 12 ഡിഗ്രി 14 മിനിറ്റിലാണ്. അത് ഏതാണ്ട് ഒരു ഡിഗ്രി 20 മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് 7ാം ഭാവത്തിന്റെ ഫലമാണ് ഏറ്റവും നല്ലതുപോലെ തരുന്നത്. ഇനിയുള്ളത് വീനസ് ആണ്, ശുക്രനാണ്. ശുക്രനും ശനിയും രാഹുവും അത് 3 നിൽക്കുന്നത് 7 ഡിഗ്രി 56 മിനിറ്റിന്റെ 12ാം രാശി തുടങ്ങുന്നതിന് ഒരു 6 ഡിഗ്രിക്ക് മുമ്പെയാണ് രാഹുവും ശനിയും ശുക്രനും നിൽക്കുന്നത്. അപ്പൊ നമുക്കത് രാഹുവും ശനിയും ശുക്രനും 11ാം ഭാവത്തിന്റെ ഗുണങ്ങളാണ് തരുന്നത്. പക്ഷെ 11ാം ഭാവത്തിന്റെ ഗുണങ്ങൾ തരുമ്പോൾ നമ്മൾ രാശിയുടെ ഫലം പറയുമ്പോൾ മീനൻ രാശിയുടെ ഫലവും 11ാം ഭാവത്തിന്റെ ഫലവും അത് ഇപ്പുറത്ത് നിൽക്കുകയായിരുന്നെങ്കിൽ കുംഭൻ രാശിയുടെ ഫലവും 11ാം ഭാവത്തിന്റെ ഫലവും വരും. മേളിൽ നിൽക്കുന്നതുകൊണ്ട് മീനൻ രാശിയുടെ ഫലവും 11ാം ഭാവത്തിന്റെ ഫലവും വരും. അവിടെയാണ് നമുക്ക് വ്യത്യാസം. നമ്മൾ സാധാരണ ഭാവചരിത ചാർട്ടിൽ അത് രണ്ടും കൂടെ ചേർത്തെടുക്കാറില്ല. അപ്പൊ അത്രയും ആ ഫലം പറയുന്നതിൽ അത്രയും മാറിക്കഴിഞ്ഞു നമ്മൾ. അതുകൊണ്ടാണ് ഇവിടെ ഇതിനുള്ളൊരു വ്യത്യാസം. ഇത് നമ്മൾ ഭാവങ്ങൾ അതുപോലെ നിൽക്കുന്നുണ്ട്, രാശി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗ്രഹങ്ങൾ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ. ഒരു സെക്കൻഡ്, നമ്മൾ 11, 12 ചേർത്ത് പറയൂ ഇല്ലേ? ഇല്ല 12 ഒട്ടും പറയാൻ പറ്റില്ല. വെച്ചാൽ 6 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. അപ്പൊ 12 ഒട്ടും തരത്തില്ല. 3 ഡിഗ്രിക്ക് അകത്താണെങ്കിൽ 12 നമ്മൾ പറയുള്ളൂ, അതിനടുത്ത് വരത്തില്ല. 3 ഡിഗ്രിക്ക് അപ്പുറം അവിടെ അടുത്താണെങ്കിൽ നമ്മൾ പിന്നെ 11ാം ഭാവം പറയാറേയില്ല. KP-യിൽ 11ാം ഭാവം നമ്മൾ അങ്ങനെ പറയാറില്ല. ഞാനത് കുറച്ച് ഫലം തരുമെന്ന് പറഞ്ഞു എന്നുള്ളതേ. പക്ഷെ 11ാം ഭാവം നമ്മൾ കൺസിഡർ ചെയ്യാറേയില്ല. 12 കണക്ട് ചെയ്തു അടുത്താണെങ്കിൽ. ഇതിപ്പം 11ാം ഭാവം മാത്രമേ തരുള്ളൂ. ബുധനോ 3 ഡിഗ്രിക്ക് അപ്പുറത്താണെങ്കിൽ തൊട്ട് മുമ്പിലത്തെ രാശിയുടെ വില പറയുള്ളൂ. അതെ. ബുധൻ എന്ന് പറയുന്നത് 3 ഡിഗ്രി 20 മിനിറ്റ് മേളിലാണ്. അപ്പൊ നമ്മളത് 11ന്റെ ഫലം തന്നെ കൊടുക്കേണ്ടി വരും. 12 ഫലം കൊടുക്കാക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മാർജിനകത്തല്ല, അതിന് വെളിയിലാണ് നിൽക്കുന്നത്. ഒരു 6 ഡിഗ്രി വെളിയിൽ പോയി. നമ്മൾ അങ്ങനെ കൺസെഷൻ കൊടുക്കാക്കത്തില്ല നമുക്ക്. 3 മുതൽ 3:20 വരെ മാക്സിമം പറയാക്കുള്ളൂ നമുക്ക്. അതിനപ്പുറത്തോട്ട് കൊടുക്കാക്കൂല. 1ാം ഭാവം 12 ഡിഗ്രി തുടങ്ങുന്നത് കൊണ്ട് സൂര്യൻ 0 ഡിഗ്രി ടു 0-14 നിൽക്കുന്നതുകൊണ്ട് സൂര്യൻ തൊട്ടിപ്പുറത്ത് 12 ഫലമേ തരുള്ളൂ. 12 12ന്റെ ഫലമേ കൊടുക്കുള്ളൂ. അപ്പം അതിലൊരു വ്യത്യാസമുണ്ട്. എന്തെന്ന് പറഞ്ഞാല് ഇപ്പം മേടത്തില് അല്ല, പിന്നെ മീനത്തിലായിരുന്നു സൂര്യൻ എങ്കില് മീനത്തിൽ നിൽക്കുന്ന സൂര്യൻ 12ാം ഭാവത്തിന്റെ ഗുണം തരും. മേടത്തിൽ നിൽക്കുന്നതുകൊണ്ട് മേടസ്വരൂപത്തിന്റെ ഗുണവും പിന്നെ 12ാം ഭാവത്തിന്റെ ഗുണവും കൂടെയാണ് സൂര്യൻ തരുന്നത്, 1ാം ഭാവത്തിന്റെ അല്ല. അവിടെയാണ് സൂര്യന് മാത്രമുള്ള പ്രത്യേകതയാണോ? അല്ല, സൂര്യന് വേറൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. ഇത് കംപ്ലീറ്റ് കൺഫ്യൂഷൻ വരണ്ടെന്ന് പറഞ്ഞാൽ അവിടെ സൂര്യന് നമ്മൾ 7 ഡിഗ്രി വരെ കൊടുക്കാറുണ്ട്.
മൂന്നെന്നുള്ളത് 7 ഡിഗ്രി വരെ നോക്കും. 7 സൂര്യന് മാത്രമേ ഉള്ള ഒരു വ്യത്യാസമുള്ളത്. എന്നുവെച്ചാൽ സൂര്യൻ പവർഫുൾ ആണ്, അതുകൊണ്ട് സൂര്യന് മാത്രമേ നമ്മൾ 7 ഡിഗ്രി വ്യത്യാസം കൊടുക്കുന്നത്. അപ്പൊ 12 എന്ന് പറയുന്നത് പിന്നെ 5 ഡിഗ്രി മുതൽ നമുക്ക് സൂര്യൻ 1-ാമത്തെ രാശിയിൽ എന്ന് പറയാം, സൂര്യന് മാത്രം. ഈ കേസില് സൂര്യൻ 12, 1 വരും, ബാക്കി എല്ലാം തൊട്ട് മുമ്പിലത്തതേ വരുള്ളൂ, 3-ന് മുകളിലാണെങ്കിൽ. ഏതാണ് ഈ ഒരു കേസിൽ നമ്മൾ ബലം പറയുമ്പോൾ ഈ സൂര്യന്റെ കേസില് ഈ 12-ാം ഭാവവും 1-ാം ഭാവവും ചേർത്തിട്ട് നമ്മൾ ബലം പറയും, ബാക്കി എല്ലാത്തിനും 3 ഡിഗ്രിക്ക് ഇപ്പുറത്താണെങ്കിൽ തൊട്ട് മുമ്പത്തെ രാശി വെച്ചേ പറയുള്ളൂ. അങ്ങനെയാണോ? ഇതും നമ്മൾ തൊട്ട് മുമ്പത്തെ രാശിയല്ലേ പറയുന്നുള്ളൂ. സൂര്യന് നമ്മളിപ്പോ മീനരാശിയുടെ ഗുണമേ പറയുള്ളൂ, മീനരാശിയുടെ അല്ല 12-ാം ഭാവത്തിന്റെ ഗുണമേ പറയുള്ളൂ. പിന്നെ ഇപ്പുറത്ത് മേടത്തിന്റെ ബലം കൂടെ തരും എന്ന് പറഞ്ഞു. മേടത്തിലാണ് നിൽക്കുന്നത്. മേടത്തില് 1-ാം ഭാവമായിട്ട് നിൽക്കുന്നതും 12-ാം ഭാവമായിട്ട് നിൽക്കുന്നതിന്റെ ഗുണവ്യത്യാസം ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അപ്പം നമ്മളിപ്പം ഇത് സൂര്യൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അപ്പം മേടത്തില് 12-ാം ഭാവത്തിന്റെ ഗുണമാണ് സൂര്യൻ തരുന്നത്. അപ്പം സൂര്യന്റെ രാശിയുടെ അധിപൻ എന്ന് പറയുന്നതും ഈ 30 ഡിഗ്രിക്ക് ഇപ്പുറത്ത് വന്നപ്പോ സൂര്യന്റെ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയായി. അപ്പുറത്തായിരുന്നെങ്കിൽ സൂര്യന്റെ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമായിരുന്നു. ആ വ്യത്യാസമുണ്ട്, അല്ലേ? പക്ഷെ രണ്ടും 12 തൊട്ടപ്പുറത്ത് നിന്നാലും തൊട്ട് ഇപ്പുറത്ത് നിന്നാലും ഭാവം 12-ആണ്. 12-ാം ഭാവം നമ്മള് ഈ KP അസ്ട്രോളജിയില് നമ്മള് രാശിയുടെ സ്വരൂപം നമ്മൾ കൂടുതൽ പറയാറില്ല. നമ്മൾ രാശി അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അത് നമ്മുടെ ബുദ്ധി അനുസരിച്ച് നമുക്കത് പറയുന്നത് ചെയ്യാം. അവിടെ അവര് രാശി സ്വരൂപം അവിടെ പറയാറില്ല. അത് ചില കാര്യം പൊതുവേ ഉള്ളു, ചില ഏതാ ക്ലിയർ നോട്ടുണ്ടാവില്ല. നല്ല ഇതങ്ങ് തരികയാണ്, വീഡിയോ ഉണ്ട്, ഇതിൽ പോരെ. അല്ല നോട്ട് വീഡിയോടെ കേട്ട് ഈ നോട്ടൂടെ കണ്ടാ പോരെ. നോട്ട് അല്ല, അത് നമുക്ക് ഈ ഒരു ഭാവം 30 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഒന്നും കൂടി ഒരു സംശയം. സൂര്യൻ 12-ാം ഭാവത്തിന്റെ ഫലവും മേടൻ രാശിയുടെ ഫലവും കൂടി ചേർത്താണോ സാർ തരുന്നത്? അതെ. എന്നുവെച്ചാൽ 1-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും 12-ാം ഭാവത്തിൽ നിൽക്കുന്നതും തമ്മിലുള്ള സൂര്യന്റെ വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പം അതാ ഞാൻ പറഞ്ഞു. ഇപ്പം KP അസ്ട്രോളജിയില് രാശി കാരകത്വം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഗ്രഹകാരകത്വം ഒരു പരിധി വരെ ഉപയോഗിക്കും, കൂടുതൽ ഉപയോഗിക്കാറില്ല. ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭാവത്തിന്റെ കാരകത്വം മാത്രമാണ് KPയിൽ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ശനി ഉദ്ദേശിച്ചാൽ, ഇപ്പൊ ശനി ഒരു കല്യാണത്തിന് ശനി വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഡിലേ ഉണ്ടാക്കുമെന്നാണ്. ശനി നല്ല പൊസിഷനാണെങ്കിൽ ശനി നമ്മൾ നോക്കുന്ന പിന്നെ സംഭവത്തിന്റെ കാരകങ്ങൾ വെച്ച് നോക്കും. കാരകത്വത്തിന് എന്ന് വെച്ചാല് ഇതിനകത്ത് പറയുന്നത് ഒരു ഗ്രഹങ്ങളും പാവനോ അല്ല, ശുഭനോ അല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനം. നമ്മൾ 9 ഗ്രഹം ചരവശാലുള്ള ഇന്നത്തെ രാശി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരുമോ? ചരവശാലുള്ള ഇന്നത്തെ ഗ്രഹനില വെച്ചിട്ട് ഇതൊന്ന് കാണിച്ചു തരുമോ? ഒരു മിനിറ്റ്. വേറെ KP ജ്യോതിഷം, ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ നിങ്ങൾക്ക് നല്ല പിന്നെ ഫ്രീ ആയിട്ടുള്ള തൽക്കാലം ഞാൻ അത് പറഞ്ഞുതരാം. ഒരു ക്ലാസ് കഴിയട്ടെ. ഇത് ഈ സമയമാണ്. ഈ സമയത്തെ ഒരു പ്രശ്ന ചാർട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. 12, 55, 26 ഈ സമയത്തെ ചാർട്ടാണ്. 2, 26. സോറി, ഷെയർ ചെയ്തില്ല. ഓക്കെ സോറി.
ഇന്നത്തെ ക്ലാസ് തീരാറായോ? ഞാൻ ഒന്ന് ലീവായിക്കട്ടെ. കുറച്ചു നേരം കൂടെ ഇരുന്നൂടെ? ഞാൻ ബസ്സിലായിരുന്നു. അത് കുഴപ്പമില്ല, സാറ് കണ്ടിന്യൂ ചെയ്തോ. കുറച്ചുകൂടെ എന്ന് വെച്ചാൽ നമുക്ക് തീർക്കണം. കുറച്ചു നേരം കൂടി ഇരിക്കാം. ഇതാണ് ഇന്നത്തെ രാശി, ഇപ്പോഴത്തെ ഈ സമയത്തുള്ള രാശി. 12:55 PM രാശിയാണ്. മനസ്സിലായ? അപ്പം ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിനകത്ത്. ഇവിടെ ഇപ്പൊ നമ്മളെ ഈ 12:55 നക്ഷത്ര രാശി ലഗ്നം എന്ന് പറയുന്നത് തുടങ്ങുന്നത് 1-ാം ഭാവം 1:46-26 അപ്പൊ 1:46-26 ആയപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇത് നിൽക്കുന്നത് ഇടവത്തിലാണ്, കാർത്തികയുടെ 2-ാം പാദത്തിലാണ്. അതിന്റെ രാശി ലോഡം എന്ന് പറയുന്നത് ശുക്രനാണ്. നക്ഷത്ര ലോഡം എന്ന് പറയുന്നത് സൂര്യനാണ്. മറ്റത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് പിന്നെ പറയാം. അപ്പൊ ഈ ഇപ്പൊ നിൽക്കുന്ന 1-ാം ഭാവം തുടങ്ങുന്നത് ഇടവൻ രാശി, ശുക്രന്റെ രാശി ഇടവൻ രാശിയായ 1-ല്, ഇടവൻ രാശിയില് 1°46 വെച്ചാല് സൂര്യന്റെ നക്ഷത്രമായ കാർത്തികയിലാണ് 1-ാം തുടങ്ങുന്നത്. ഇവിടെ 2-ാം ഭാവവും തുടങ്ങുന്ന 1 ആദ്യവും. നേരത്തെ ഞാൻ പറഞ്ഞു ഒരേ രാശിയിൽ ചിലപ്പോൾ 2-ാം ഭാവം തുടങ്ങുന്നു. 2-ാം ഭാവം തുടങ്ങുന്നത് 29°28 ആണ്. അപ്പൊ 2-ാം ഭാവവും തുടങ്ങുന്നത് ഇടവത്തിലാണ്, ശുക്രന്റെ രാശിയിലാണ്. പക്ഷെ അതിന്റെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരമാണ്, കുജന്റെ നക്ഷത്രമാണ്. 3-ാം ഭാവം തുടങ്ങുന്നത് ഇവിടെ 3-ാം ഭാവം തുടങ്ങുന്നത് 25°53 53 ആയപ്പോ ഇത് നിൽക്കുന്നത് വ്യാഴത്തിന്റെ നക്ഷത്രമാണ്, ബുധന്റെ രാശിയാണ്, ജമിനിയിലാണ്, മിഥുനത്തിലാണ്, പുണർദം നക്ഷത്രത്തിലാണ്. അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം നിൽക്കുന്നത് പുണർദം നക്ഷത്രത്തിൽ തന്നെയാണ്. വ്യാഴത്തിന്റെ സ്റ്റാറാണ് വ്യാഴത്തിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴം തന്നെയാണ്. 4-ാം ഭാവം തുടങ്ങുന്നത് ഇവിടെ ഇവിടെ ആ ഒരു വ്യത്യാസമുണ്ട്. വ്യാഴം നിൽക്കുന്നത് 23°യും 3-ാം ഭാവം തുടങ്ങുന്നത് 25°യാണ്. അപ്പൊ ആ വ്യത്യാസം 2 ഡിഗ്രി ഉള്ളൂ. 2 ഡിഗ്രി 2 3 ഡിഗ്രി ആയി. 3 ഡിഗ്രി ആവുന്നില്ല. അപ്പൊ നമ്മള് ഇത് നമുക്ക് സെയിം രാശി എന്ന് തന്നെ പറയാം. അല്ല, 3-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അടുത്ത 4-ാം ഭാവം. 4-ാം ഭാവം നിൽക്കുന്നത് 23°53 ചന്ദ്രൻ നിൽക്കുന്നത് 24:21 ഇവിടെ കേതു നിൽക്കുന്നത് 16°19 അത് ആ രാശി എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാല് ശുക്രന്റെ രാശി, ശുക്രന്റെ നക്ഷത്രമായ പൂരത്തിലാണ് നിൽക്കുന്നത്. രാശി അവിടെ 5-ാം ഭാവം തുടങ്ങുന്നത് ശുക്രന്റെ നക്ഷത്രത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്, സൂര്യന്റെ രാശിയായ ചിങ്ങത്തിൽ. അപ്പൊ ഇത് ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. 9 ഡിഗ്രി വ്യത്യാസമായപ്പോൾ കേതു നിൽക്കുന്നത് 4-ാം ഭാവത്തിൽ തന്നെയാണ്. പിന്നെ 6-ാം ഭാവം. 6-ാം ഭാവം 29 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. വെച്ചാൽ ഈ മിഥുന രാശിയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഡിഗ്രിക്ക് മുമ്പാണ് നിൽക്കുന്നത്. ഇവിടെ 8-ാം ഭാവം ഈ തുലാത്തിൽ ഒരു ഭാവവും ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ 2 ഭാവം വന്നുകൊണ്ട് ഇവിടെയും 2 ഭാവം വന്നതുകൊണ്ട് തുലാത്തിൽ ഭാവം ഇല്ല. ഇവിടെ വേറെ രീതി തുലാത്തിൽ ഗ്രഹങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ തുലാത്തിൽ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ, തുലാത്തിൽ ഇപ്പോൾ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളത് 7-ാം ഭാവമായിട്ട് 6-ാം ഭാവമായിട്ട് പറയും. ഈ 1 ഡിഗ്രിക്ക് ഒരു 3 ഡിഗ്രി മുമ്പേ ഉള്ളത്. പക്ഷെ അത് അപ്പുറം ഇപ്പുറം ആണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം വരും. ഇതിപ്പം നമ്മൾ ഈ തുലാത്തില് ഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട് അത് തുലാത്തില് ഒന്നും നമുക്ക് ഒരു ഭാവം ഒന്നും പറയാൻ, മേടവും ഒരു ഭാവം ഒന്നും പറയാൻ. അതാണ് ഈ KPയുടെ പ്ലാസിഡ് സിസ്റ്റത്തിന്റെ ഒരു വ്യത്യാസം. KPയുടെ പ്ലാസിഡ് സിസ്റ്റത്തിന്റെ ഒരു വ്യത്യാസം ഇതാണ്. 7-ാം ഭാവത്തില് ഏഴാം ഭാവം തുടങ്ങുന്നത് വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തിൽ അത് നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയിലാണ്. വ്യാഴത്തിന്റെ രാശിയായ വിശാഖത്തിലാണ് അത് നിൽക്കുന്നത്. 8-ാം ഭാവം എന്ന് പറയുന്നത് മിഥുനത്തിന്റെ അവസാനം കേട്ടയിലാണ് തുടങ്ങുന്നത്. 11-ാം ഭാവം എന്ന് പറയുന്നത് ധനുവില്
25 ഡിഗ്രി എന്ന് പറയുമ്പം പൂരാടത്തിന്റെ അവസാനമായി. അപ്പം വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരാടത്തിലാണ് അത് നിൽക്കുന്നത്. ഇവിടെ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. 23 ഡിഗ്രി 53-ലാണ് 10ാം ഭാവം തുടങ്ങുന്നത്. അതേസമയത്ത് ശനി നിൽക്കുന്നത് സൂര്യൻ നിൽക്കുന്നത് 19 ഡിഗ്രി 19 മിനിറ്റിലാണ്. അത് 3 ഡിഗ്രി കൂടുതൽ, 3:20 കൂടുതലുണ്ട്. പക്ഷെ സൂര്യൻ ആയതുകൊണ്ട് സൂര്യൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. 7 ഡിഗ്രി വരെ അതിന്റെ ഒരു മാർജിൻ ഉണ്ട്. അതേസമയത്ത് ചൊവ്വ നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്. ഈ 3 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹങ്ങളും തമ്മിലുള്ള 3 ഡിഗ്രി അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ 2 ഗ്രഹങ്ങൾ തമ്മിൽ അടുത്തടുത്ത് ഇതുപോലെ വരെയാണെങ്കിൽ ഈ ഗ്രഹം ആ ഗ്രഹം കൂടെ അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതും നമ്മൾ ഇത് പറയും. ഇത് ചൊവ്വ നിൽക്കുന്നത് 9ാം ഭാവത്തിലും സൂര്യൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലുമാണ്. 10ാം ഭാവത്തിൽ പിന്നെ 2 ഗ്രഹങ്ങൾ ഇവിടെ ഉള്ളത് ബുധനും ശുക്രനുമാണ്. ഇവിടെ വീണ്ടും ഉണ്ട് രാഹു നിൽക്കുന്നത് 11ാം ഭാവത്തിന്റെ ഒരു 6, 4, 9 ഡിഗ്രി വ്യത്യാസത്തിലാണ്. അപ്പൊ രാഹു നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. പക്ഷെ അവിടെ നിൽക്കുന്നത് രണ്ട് ഭാവത്തിലാണ്. അപ്പം ഇവിടെ വേറൊന്ന് വെച്ചാല് സൂര്യൻ നിൽക്കുന്നത് ഭാവം ഒന്നാണ്. പക്ഷെ ഭാവമല്ല, രാശി ഒന്നാണെങ്കിലും ഭാവം അതും 10ാം ഭാവമായി. 8 അല്ല 9 അല്ല 10ാം ഭാവമായി. ഇവിടെ ആകുമ്പം രാശി മാറി, രാഹുവിന്റെ രാശി മാറി. രാഹുവിന്റെ രാശി എന്ന് പറയുന്നത് ഇത് കുംഭൻ രാശിയും ഇത് 10ാം ഭാവം നിൽക്കുന്നത് മകരൻ രാശിയിലുമാണ്. കുംഭൻ രാശിയിൽ രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്നു. 11ാം ഭാവം തുടങ്ങുന്നത് 25 ഡിഗ്രിയിലാണ്. 12ാം ഭാവം തുടങ്ങുന്നത് 29 ഡിഗ്രിയിലാണ്. അവിടെ ശനി നിൽക്കുന്നത് 4 ഡിഗ്രിയാണ്. അപ്പോൾ 11ാം ഭാവത്തിലാണ് ഈ 4 ശനി നിൽക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തീർത്തിട്ടങ്ങ് നിർത്താം. സാറേ ദയവ് ചെയ്തൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടേ? ഈ പറഞ്ഞ നോട്ടായിട്ടും കൂടെ പറഞ്ഞു തരണം, എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും പിടിയിട്ടുള്ളൂ. വീഡിയോ കേട്ടാ പോരെ? വീഡിയോ കേട്ടിട്ട് ഈ നോട്ടൂടെ കണ്ടാ പോരെ? ഓക്കെ, വീഡിയോ കേട്ടാ മതി. സാറിന്റെ വീഡിയോ ഉണ്ടോ? വീഡിയോ സാറ് തരും. ഓക്കെ, വീഡിയോ സാറ് തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. നോട്ട്സ് PDF ആയിട്ട് കൊടുക്കാം സാർ. അതെ പറഞ്ഞു, നോട്ട്സ് PDF ആയിട്ട് തരാം, വീഡിയോയും തരാം. നിങ്ങൾ എല്ലാവരും അത് കാണുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ മറുപടി അവിടെ തരാം. ഇല്ല സാർ, ഞങ്ങൾക്കൊന്ന് ബേസിക് ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയി കിട്ടിയാൽ വലിയ ഉപകാരം. ബേസിക് ഇല്ലാത്തവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റായിട്ട് പറയാം. കാരണം ബേസിക് പിന്നെ ക്ലാസ്സിൽ ചേരുക, അതേ ഉള്ളൂ ഇതിനകത്ത് മാറുക. കാര്യം ബേസിക് പഠിച്ചവർ തന്നെ കുറച്ച് ഇതെടുത്താലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബേസിക് അറിയാത്തവര് ഇതിൽ നിന്നിട്ട് കാര്യമില്ല. കാര്യം വെച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അല്ലേ സാറേ? ബേസിക് എന്ന് ഉദ്ദേശിക്കുന്നത് KP ജ്യോതിഷം എന്താണെന്നുള്ള ആദ്യം ഞങ്ങൾ മനസ്സിലാക്കി. ബേസിക് അല്ല, ബേസിക് അസ്ട്രോളജി നമ്മുടെ KP ജ്യോതിഷത്തിന്റെ ബേസിക് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അല്ല സാറ്, അത് ശരി, ഞാൻ പറയട്ടെ. ബേസിക് എന്ന് ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ ജ്യോതിഷത്തിന്റെ കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജ്യോതിഷത്തിന്റെ ബേസിക് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാര്യം വെച്ചാൽ രാശിഫലങ്ങളും ഗ്രഹഫലങ്ങളും പിന്നെ ഭാവങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ എന്നാലും ഞാൻ അത് കഴിയുന്നതും ഞാൻ ശരിയല്ല. പക്ഷേ ഇത് എത്ര ഡിഗ്രി ഉണ്ട് എന്നുള്ള എങ്ങനെ കണ്ടുപിടിക്കുന്ന കൂടി പറയണ്ടേ? ഞാൻ നേരത്തെ തന്നില്ലേ ഒരു ചാർട്ട്? അത് എഴുതി വെച്ചാൽ മതി. അതല്ല, നോട്ട് വരുമ്പോൾ ആ സാധനം തന്നാ മതി, ആ സാധനം എടുത്താൽ മതി. ഒരു മിനിറ്റ്. കൃഷ്ണമോഹൻ എന്നാണ് എന്തോ മെസ്സേജ് ഫീസിന്റെ അടച്ചു. ഇതുപോലെ
ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ പോരാ. ഇനി വേണമെങ്കിൽ ഓരോന്നിന്റെ ഇതിനകത്തൊരു കാര്യം ഞാൻ ചെയ്തു തരാം. ഓരോ രാശിയുടെയും ഡിഗ്രി ഞാൻ അതിനകത്ത് ഇട്ട് തരാം. അത് 0 to 30 എന്ന് കണക്കാക്കിയാൽ മതി. അത് ഓരോ ഡിഗ്രിയും 0 to 30 ആണ്. അത് ഈ ഓരോ നക്ഷത്രങ്ങൾ എത്രയാണെന്ന് കറക്റ്റ് പറയുന്നുണ്ട്. ഇത് മതി സർ, ഈ സാധനം മതി. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നത്. ഇത് മതി. ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ സർ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അടുത്ത തിങ്കളാഴ്ച കാണാം. ഓക്കെ, സംശയമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഇപ്പൊ നിർത്താം സാറേ. ഇനിയിപ്പോ നിർത്താം. ഓക്കെ, അടുത്ത ഒന്നേന്ന് തുടങ്ങാം. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, നമസ്തേ.